ഹലോ ഗായ്സ്, നമ്മളിന്ന് വണ്ടി പഠിക്കാൻ പോവാണ്. എനിക്ക് ഇത്ര കാലമായിട്ട് വണ്ടി ഓട്ടാൻ അറിയില്ല. ഇവനാണ് പഠിപ്പിച്ചിരുന്നത്. സംഭവം ചെറുതൊക്കെയാണ്. ആദ്യം ഞാൻ വണ്ടി ഒന്ന് ഫുള്ള് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ വണ്ടി. ഇതാണ് നമ്മളെ വണ്ടി. ഞാൻ ഇന്നലെ കുറച്ച് ഓട്ടാൻ പഠിച്ചാണ്. ഇന്ന് നമ്മള് വണ്ടി ഓട്ടിയാണ്ട് ആലിഞ്ചോട് പോകാൻ പോവാണ്. മഴ കൂടുതലാണ്. വേഗം വാ ഓന്റെ ഇത് കണ്ടാ. ഓ എടാ, ബൂബ്സ് നല്ല കൂടുതലാണല്ലോ എനിക്ക്. ഞാൻ കേറടാ. പോവാ. എടാ, മഴത്താടോ വൈറ്റ് പാന്റ് ഒക്കെ ഇട്ടണേ. സംഭവിച്ച് വീഡിയോയില് കുടുങ്ങു വിചാരിച്ചിട്ടതൊക്കെയാണ്. അപ്പൊ ഈ കുട്ടിക്ക് മെസ്സേജ് അയക്കാണ്. ചെറിയ വണ്ടി ഉള്ളെങ്കിൽ ഇതൊക്കെ സെറ്റപ്പ് ആക്കിയാണല്ലേ. ഹോട്ട് വീൽസ് എവിടെ മോനെ, അതല്ലേ നല്ല സ്മെല്ല് ഉണ്ടല്ലോ വണ്ടിയില്ലേ. അപ്പൊ ഇന്നെന്താ സംഭവിച്ചാല്, ഹലോ കുഞ്ഞിപ്പ കാക്ക, ഹായ് ബോൽ, ഹായ്. അതിന്റെ അളാപ്പയാണ്. അങ്ങനെ നടക്കുക ചെയ്യാ, വേറെ പ്രത്യേകിച്ച് രാവും പകലൊന്നും ഇല്ല. ഇതൊന്നും നടക്കുക ചെയ്യാ. പിന്നെന്താ, ഇന്ന് അമ്മ എങ്ങോട്ടാ പോണെന്ന് വെച്ചാല്, ഇന്ന് ഒന്നാമത് നിങ്ങക്ക് കാർ ഓട്ടണം. പിന്നെ ഈ സാധനം കണ്ട, ഇത് +2 SLC എന്തിലെന്റെ ഏതോ ഒരു പെങ്ങക്ക് എന്തോ കിട്ടീന്, A+ അങ്ങനെ എന്തോ കിട്ടീന്. അപ്പൊ ഞാൻ ഇതിന് ഗിഫ്റ്റ് കൊടുക്കണല്ലോ വലിയ ഏട്ടൻ എന്ന നിലക്ക്. ഓക്കെ, അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി പോവാണേ. അപ്പൊ ഏതായാലും പോവല്ലേ. എടാ ഇത് ഇടല്ലടാ, മറ്റേത് വരും, കോപ്പിറൈറ്റ് വരും പൊട്ടാ. ഓഫാക്ക് അല്ല, ഇതിപ്പോ ഞാൻ പറഞ്ഞ സംസാരിക്കും, ഇജ്ജ് സംസാരിച്ചാലും കേൾക്കും. ഞാൻ ഉണ്ടാ നിക്കണേ. അതുകൊണ്ടാണ് അങ്ക നനച്ചപ്പോ കാണാ സാധനം. ആരാ നല്ല സംസാരിക്ക. ടോപ്പിക് വരെ ഇനി എന്താ എന്തേലൊക്കെ പറഞ്ഞാൽ മതി. ലൈവ് വേണ്ട. ലൈവ് ഇട്ടാലേ ഓരോരുത്തർ പെട്രോൾ അടിക്കാൻ പൈസ കഴിച്ചരും. നാളെ ഡൽഹിന്നടാ ഓരോരുത്തര് 300-400 റുപ്യ ഒറ്റയടി കഴിക്കുന്നത്. എന്താ ആത്മാർത്ഥമായിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതാണ് അത് ശരിയാ. അല്ല പിന്നെ വേറൊന്ന് ഞാൻ എന്താ പറയാൻ തന്നെയല്ല, ഇന്നില്ലേ ഇനിയിപ്പോ വണ്ടി കൊണ്ടുപോയി ചാമ്പ്യാലും ഒക്കെ ഇതില് വരൂട്ടാ. ഒക്കെ ഇനി ക്യാമറ ഓഫ് ആക്കലില്ല. എന്തോ IR മോഡല് വ്ളോഗ് സാധനമാണ് വരുന്നത്. ക്യാമറ ഇനി 2-3 മണിക്കൂറിന് ഓഫ് ആക്കൂല, അങ്ങാ പോവും. ചാർജ് കഴിഞ്ഞാ ഓഫ് ആക്കൂലേ, അത് ഓഫ് ആക്കും. ഈ വണ്ടി ഇന്ന് പഠിച്ചിട്ട് വേണോ 2-3 ദിവസം കഴിഞ്ഞിട്ട് കാസർഗോഡ് പുതിയ അൾട്ടോ ഇറക്കും. അൾട്ടോ 800 ഏതെങ്കിലും ഒന്ന് ഇറക്കുക. ജെന്നെ വേണ്ടല്ലോ, അത് പണി കൂടുതലാണ്. അല്ല ഇതിമ പഠിക്കട്ടെ, എന്നിട്ട് വേണം നമ്മ പുതിയ സാധനം ഇറക്കും. നേരെ പെട്രോൾ എത്ര അടിക്കണ്ടേ? 500 അങ്ങോട്ട് 100 ഇങ്ങോട്ട് 200. 20 വേണം. 10 കിലോമീറ്ററിന് 100-105 റുപ്യന്റെ എണ്ണ അടിച്ച 10 കിലോമീറ്റർ പോയത്. അത് ശരിയല്ലേ. ഇന്നോവ എടുക്കേനി. ഇന്നോവയിലല്ല 500 പെട്രോൾ മൂടാക്കി വരേനി. ആദ്യം പറഞ്ഞാല് അനിയോ ഗൈസ്, അപ്പൊ ഗൈസ് ആദ്യമായിട്ടാണ് 500 റുപ്യക്ക് ഈ വണ്ടിയിൽ ഒറ്റയടിക്കാൻ. ഓക്കെ, ഇതെന്താ പ്രശ്നം വെച്ചാലേ, നമ്മ വണ്ടി എവിടെയൊക്കെ കൊണ്ടുപോയി ചാമ്പിണ്ടെങ്കിലേ ഈ അറിയുന്ന ആൾക്കാരുണ്ടാവടോ. എന്നിട്ട് പറയും ഓക്കെ അനാശ് വെള്ളം അടിച്ച് ഇൻഫ്ലുവൻസർ കൊണ്ടുപോയി ചാമ്പി. നിങ്ങള് വെള്ളം അടിച്ചില്ല. ഞാൻ ഓട്ടാൻ പോണത് സീനിട്ടാ. ക്യാമറ അത് ഞാൻ ഓഫ് ആക്കണ്ട, ഫുൾ ടൈം ക്യാമറ തന്നെ. അത് കട്ട് ചെയ്തോണ്ടിട്ടാ. കട്ട് ചെയ്യൊന്നും വേണ്ട, ധൈര്യമായിട്ടടാ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. ഇത് ഫസ്റ്റ് വീണില്ല. ഈ എന്റെ ആൾക്കാരെ ഹാൻഡ് ബ്രേക്ക് താത്തി കണ്ടില്ലടാ. ഹാൻഡ് ബ്രേക്ക് താത്തിയില്ല, സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, ഒരു വണ്ടി മുന്നിൽ. ഹാൻഡ് ബ്രേക്ക് താത്തടാ ചങ്ങായി. പിന്നെ അതേപോലെ ക്ലച്ച് ഇടല്ലേ ഇപ്പൊ വണ്ടി.
ഇനി മെല്ലെ ഫസ്റ്റ് വീണില്ലേ? സൈഡ് നോക്ക് വണ്ടി വരുന്നുണ്ടോന്ന് ഇല്ല. മെല്ലെ കയറ്റിക്കോ. ഇങ്ങോട്ടെ ഒടിക്കി. അതൊക്കെ നോക്കിക്കോളൂ. അതൊക്കെ ഇടിച്ചാ നമ്മള് എന്താ വിഷയോ? ഇടിച്ചാ നമ്മള് ഇടിച്ചാ നമ്മള് ലൈസൻസ് ഇല്ല, അതാണ് വിഷയം. അല്ല പഠിക്കല്ലടാ. പഠിക്കുമ്പോ അങ്ങനെ തന്നെയാണ്. അതൊന്നും വിഷയമല്ല. സെക്കൻഡ് കിടി. ലൈസൻസ് ഇല്ലാന്നോ? എനിക്ക് ലൈസൻസ് ഇല്ലല്ലോ. ബൈക്ക് ലൈസൻസ് ഇല്ലേ? അല്ല ഇന്ന് ഇത് കൊടുത്താലാ? എന്തേ? അതാ എന്റെ മൈക്ക് ഇവിടെ ഇല്ലേ സാധനം? ആ ഇന്ന് കൊടുത്താലാ? ലൈസൻസിന് കൊടുത്താലാ? ഗിയർ മാറ്റി. ആ ലൈസൻസിന് കൊടുക്കണേ കൊടുത്തോ. കാറ് മാത്രം എടുക്കാനേ പൈസ ഇല്ല. അത്ര പൈസ ഇല്ല. ഇല്ല ആ പോട്ടെ അങ്ങനെ തന്നെ പോട്ടെ. പോണില്ലേ? ആ അപ്പൊ തേട് ഫസ്റ്റ് ഈ അല്ലേ അതൊരു പൂ പറിക്കണ രീതിയിലാണ് ഇങ്ങനെ അങ്ങനെ ഇട്ടാ മതി. ഇന്നലൊക്കെ നൈസിലേനടാ. ആ ഒരു മൂടി ഇട്ടാ മതി. ഇന്നലെ നൈസിൽ ഇന്നലൊക്കെ ഏതേനെയാണ് ഗീറൊക്കെ ഇങ്ങനെയൊക്കെ മാറ്റും. പിന്നെ എന്ത് കഥ നിങ്ങൾക്ക് പേടിണ്ടാ? ഞാൻ വീട്ടിലേന് വണ്ടി നടക്കൊക്കെ ഉണ്ട്. നടക്ക് പോണ്ട. ഏസിന്റെ പുകയാണ്. എ സി ഒക്കെ കാണിച്ചു കൊടുക്ക് വണ്ടിന്റെ. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ഈ വണ്ടിക്ക് എ സി ഉണ്ടോ അതാണെന്നൊക്കെ. അത് കാണിച്ചു കൊടുക്ക്. പ്രേക്ഷകർക്ക് അതൊക്കെയാണ് കാണാൻ പൂതി. എന്താല്ലേ ഏസിയൊക്കെ നന്നാക്കിയതാ. സ്പീഡ് കൂടെ ഉണ്ട്. അതന്നെ സ്മൂത്തില് വണ്ടി പോവും. നല്ല അടിപൊളിയില്. ഏതാ ഫ്രെയിം? ആലോചിക്ക. എനിക്കെന്തായാലും ഈ വണ്ടി പഠിച്ചട്ടെ എന്നിട്ട് വേണോ ഇതാവാന്. നല്ല കിട്ടില്ല വണ്ടി എടുക്കടാ. നമ്മല്ല ഇന്റെ ഒരു പൂതി ഉണ്ടടാ. നമ്മളെ നാട്ടിലത്തെ ഈ മറ്റേ ഈ മൂട്ടിയൊക്കെ വളർത്തി കഞ്ചാവ് ചെക്കന്മാരായിട്ട് ഫുള്ള് നമ്മൾ ജീപ്പ് എടുക്കും. ഓപ്പൺ ജീപ്പ് എടുത്തിട്ട് എല്ലാരും ഒരു വൈകുന്നേരം ആകുമ്പോ ഇങ്ങനെ ഇറങ്ങാ ചായ അടിച്ച് വരിക അല്ലെ. അതിന്റെ ഒരു സ്വപ്നം എന്നടാ. മറ്റേ ഇവരുണ്ടല്ലോ നിസാമാക്ക ഓലൊരു ജീപ്പ് ഉണ്ടില്ലേ? ഒരു കിട്ടില്ല ജീപ്പ് ഉണ്ട്. കണ്ടോണ്ട് നമ്മളെ നാട് മൊത്തത്തിൽ കത്തും അല്ലേ. നമ്മളെ ഈ ജനറേഷൻ ഇതാ. നമ്മളെ ഈ ചെങ്ങായിമാര് നമ്മ കത്തുന്ന് പറഞ്ഞാ കത്തും. വിചാരിച്ച മാതിരി ഇപ്പൊ നമുക്കൊരു ഫോട്ടോ എടുക്കണം. പിന്നെ എല്ലാ ഫോട്ടോ വീഡിയോ എന്തും എടുക്കാലോ. സ്റ്റോറി ഇടണേ. ഈ എടാ എന്താടാ അങ്ങനെയൊക്കെ ചോദിക്കണേ? നിങ്ങൾ ഇന്നൊരു വേറെ ആളെ പോലെ കാണുന്നതാ. മെല്ലിട്ടാതി. ഓന്റെ ചൂടാക്കണ്ട. ഓന്റെ കൂടുതൽ ഇട്ടാ മതി. ഒരു സീനും ഇല്ല. സെക്കൻഡ് കിടേണ്ട ആവശ്യമില്ല. വീണില്ല. ആ ഓക്കെ കൂളായിട്ട് ഒരു സീനും ഇല്ല. ആരെന്ത് പറഞ്ഞാലും നമ്മള് കേൾക്കേണ്ട കാര്യമില്ല. കാരണം നമ്മക്കേ ഇവിടെ വണ്ടി ഓട്ടാറിയോ. ആ ഒരു മൈൻഡിൽ എടുത്താൽ മതി. അത് ശരിയാ. ബാക്കിയുള്ളവർക്കൊന്നും വണ്ടി ഓട്ടാറിയില്ല. ഇതൊരു വികാത്തൊരു സാധനം. അടുത്ത് ഫസ്റ്റ് തന്നെ എടുക്കിഞ്ഞി. ആ കേറ്റല്ലേ ചെറിയ കയറി കിട്ടണ്ട. ട്രൈപ്പോഡാ ട്രിപ്പോഡ്. ട്രിപ്പോഡ് ഇട്ടാ. ട്രൈപ്പോഡിന്റെ പുതിയ പേര് ട്രിപ്പോഡ്. പക്ഷെ അൻസവനെ ഞാൻ കളിയാക്കലടാ. അൻസവന്റെ ഗുരുവാണ് ഇനി മുതല്. അൻസവനെ കാണിച്ചു കൊടുക്ക്. അന്നെ കാണിച്ചു കൊടുക്കടാ. എടാ ഇജിപ്പോ എത്ര ആൾക്കാർ? 1,00,000 ആൾക്കാരെ മുമ്പെന്നാണ് ഈ വണ്ടി ഓട്ടണേ. മനസ്സിലായ? അൻസവാദാ സോറി ഗായ്സ്. വണ്ടി സെക്കൻഡിലേക്ക് വണ്ടി ഇതായില്ലേ. സെക്കൻഡ് ആയ ഇപ്പൊ മനസ്സിലായില്ല. 500 രൂപയ്ക്ക് എന്തിനാ പെട്രോൾ അടിച്ചത്? പോണ വഴി അറിയില്ല. ഇനി ഇടട്ടെ തെടുക്കട്ടെ. പേടിയില്ല. ഇടയ്ക്കൊക്കെ തീരി പോകുന്ന കൂടി വരുന്നോണ്ടാണ്. വീഡിയോ കട്ട് ചെയ്യലട്ടാ. നമ്മ ഫുൾ എക്സ്പീരിയൻസ് കിട്ടില്ല. കട്ടിങ് ഇല്ല. കാർ റോഡിൽ ഇത്ര സുഖമുള്ള പരിപാടിയാണ്. ശരിയല്ലേ? അതിനനുസരിച്ച് ഇട്ടാ മതി. ഓല് വേണമെങ്കിൽ സൈഡ് എടുത്ത് പോയിക്കോളൂ. ഈ ഒന്ന് നടുക്ക് എടുത്ത് വെക്കാ. ഓ സൈഡാക്കി. അല്ല അത്ര തന്നെ. അത് ശരിയല്ലേ? അതിനല്ലേ ഈ വരാ. നമുക്ക് ഈ രണ്ട് വരന്റെയും ഇടയിലാണ് വണ്ടി ഏത് ബസ്സാരനാണെങ്കിൽ ഓനെ ഇതിന്റെ പുറത്തേക്ക് നേരെ വന്നാണ്ട് എന്നോട് സൈഡ് എടുക്കാൻ പറയുകയാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് എടുക്കരുത്. നിർത്തണോ? അത് നമ്മളെ ലൈനാ. ആയിക്കോട്ടെ നമുക്കാണ് എന്റെ ഒരു അവസ്ഥ ആലോചിക്ക. ഞാൻ ജനിച്ച് അംഗനവാടിയിലൊക്കെ പോയി അംഗനവാടി തൂറി
ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം ജനിച്ച നിങ്ങളാളെ എനിക്ക് ബൈക്ക് വണ്ടി പഠിപ്പിച്ചത്. അതിലൊന്നും ഒരു കാര്യമില്ല. അത് ശരിയാടാ. ആരെടുത്താണോ നന്മയുള്ളത് ആ കഴിവുള്ളത് ഓലെ നമ്മൾ ഇതാക്കണ്ടേ. AC ഒക്കെ ഓഫ് ആക്കിയേക്കണേ ഇതിനാ വെറുതെ. അന്റെ അവിടെ നിന്നോട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അൻസബ് ഇജ്ജ് പറഞ്ഞ നല്ലൊരു ഐഡിയ കേട്ടാ. ഇതിങ്ങനെ നോക്കിയാ മതിയടാ, അപ്പൊ കൺട്രോൾ ഇട്ടുണ്ട്. ആ അതന്നെ അങ്ങനെ തന്നെ. ഇനിയിപ്പോ ഇതിനെ ചെയ്യണോ എന്ത് ഓവർടേക്കാണ്, അപ്പൊ എന്ത് ചെയ്യാ? അനു മെല്ലെ ബൈക്ക് വെച്ചാൽ നിർത്തില്ല. അപ്പൊ അപ്പുറത്തുനിന്ന് വണ്ടി ഓവർടേക്ക് എടുക്കണ്ട, അവിടെ ഒരു വളവുണ്ട്. എടുക്കണ്ടെന്നാണ് എടുക്കണ്ട ക്ലാസ് ക്ലാസ് ഒന്നും ഇവിടെയോ പേടിച്ചിട്ട് ഇല്ല, പേടില്ലടാ, ഭയം ഉണ്ടാവരുത് നമുക്ക്. നല്ല ഇൻസാനിലെ രാവണനെ കൊട്ടാരം സേഫ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് കീപ്പ് ഈ ലൈനിന്റെ ഇപ്പുറത്തേക്ക് പോട്ടെ. ഈ ലൈൻ ഈ കണ്ണാടി നോക്കണേ, ഇതിന്റെ ലൈൻ ഈ ലൈനിൽ ആളെ വണ്ടി മോനാപ്പി ഗെയിം കളിക്കാണ്. ഒഞ്ഞ് പിണങ്ങോ? മോനാപ്പിന്റെ ഉണ്ട്. ആ മോനാപ്പി സൈഡ് ആക്കാണ്. അല്ല വണ്ടി വരുന്നുണ്ടോന്ന് നോക്കുക. എന്നിട്ട് കേറിക്കോ 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 കേറിക്കോ. അല്ല മോനാപ്പി ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഇതായില്ലേ, കുറച്ച് കലിപ്പിലല്ലേ നടക്കല്. അതെന്തെല്ലാം മുടി ഇട്ടീണേ. ഈ കണ്ണടി റെഡി അല്ലേ? ഇൻസാനിലെ എനിക്ക് ലൈന് ലൈന് കാണട്ടോ. ആ കാണുന്നുണ്ട്. അതും നോക്കണോ? ഈ രണ്ട് ലൈനും നോക്കണോ? എന്തായാലും ഞാൻ അൻസബിനെ മറക്കൂലടാ. അൻസബിൽ വേണമെങ്കിൽ ഞാന് വിട്ടെടുക്കും. എടാ എനിക്ക് വണ്ടി ഓട്ടാ അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ മോശം ഒന്നല്ലേക്കൂലേ? അല്ല അയ്യല്ലേ ഇന്റർവ്യൂല് എന്താ ഊബർ ഓടിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞു. ആ ഊബർ ഓടിക്കാൻ പോയില്ല. എടോ പൊട്ട, എടോ ഊബർ ഇങ്ങട്ട് 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 അങ്ങട്ട് ഈ റോഡിന് നടു കൂടെ ഒട്ടിക്കോ, എന്നാലും കുഴപ്പമില്ല. ഓക്കെടാ. ഇതിനാ സൈഡിൽ കൊണ്ട് അല്ലടാ ഊബറടാ, ഇത് ബൈക്ക് ഊബർ. ആ റാപ്പിഡോ ബൈക്ക് ഊബർ ആണ്. ഈ ഇന്റർവ്യൂല് ഊബർ ഓടിച്ചിടുന്നു പറഞ്ഞേ, എന്നാലോ വണ്ടി ഓട്ടാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വ്ളോഗ് ഇട്ട് കഴിഞ്ഞാല് വഴിയൊക്കെ എനിക്കറിയില്ലേ? നമ്മള് പറഞ്ഞത് ഗൂഗിൾ മാപ്പ് നോക്കണ്ടില്ല. നേരെ ഇങ്ങനെ എടുക്കരുത്, സപ്ലി കറങ്ങി പോവാ വണ്ടിക്കാരെ. ക്ലച്ച് പിടിക്കണ. ബ്രേക്ക് വണ്ടി ഓഫ് ആവുന്നുണ്ടെങ്കിൽ മാത്രം ക്ലച്ച്. എനിക്കങ്ങനെ തോന്നുന്നു വണ്ടി ഓഫ് ആവാൻ. ക്ലച്ച് ക്ലച്ച് ഔട്ടി വണ്ടി ഓഫ് ആവും. ആ വണ്ടി ഓഫ് ആയി. ഫുള്ളടി ഫുള്ളടി ലെവലാക്കി. ആ താത്തനെ കയറ്റല്ലേ. ക്ലച്ച് 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 ലോൺ അടിച്ചെടുത്തോളാം. കേറിക്കോ കേറിക്കോ. കണ്ടോ ബോർഡ് കണ്ടില്ലേ? ആക്സിഡന്റ് ഏരിയ. പതുക്കെ പോവാം. മോനെ എത്ര പണിയുള്ളൂല്ലേ ഇതിന്. നമ്മളിങ്ങനെ കിടന്ന് തൂറല് അല്ലേ? ഞാനൊരു സംഭവം തന്നെ. അതെത്ര അടിപ്പിക്കാൻ തന്നെയോ? എടാ എന്തേ പറയടാ, നിങ്ങൾ ഇങ്ങനെ ചടച്ചിരിക്കല്ലോട്ടാ. അൻസബ് പാട്ടാടിയാ, അൻസബ് പാട്ടാടിയല്ലേ ഇപ്പൊ കോപ്പിറൈറ്റ് ഇടുങ്ങും. അല്ലടാ ഞാൻ നാളെ ദിവസമേ പാട്ടടിയുണ്ടാ. ഏത് ലൈവില് മറ്റേ എന്താണ് മറ്റേ പാട്ടില്ലടാ നീ നോ അല്ലടോ, ഞാൻ എപ്പോഴും പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ. എടാ ഒരു മാഷപ്പ് അറിയില്ല. നോക്കി നോക്കി അതിന് കോപ്പിറൈറ്റ് കുടുങ്ങിയടാ. എന്താ അപ്പൊ എന്റെ പാട്ട് അത്രക്കും രസമാണ്. പാടിയനോ? ആ ഞാൻ ലൈവില് പാട്ടാടി. ഈ പാട്ട് ഞാൻ പാടിയത് എന്താ വെച്ചാല് നമ്മൾ ഈ ലൈവ് ഇട്ടുണ്ടെങ്കിൽ നമ്മള് ഇത് ഇട്ടൂലെ, മോണിറ്റൈസ് പേയ്മെന്റ് കയറൂലേ. എന്നിട്ട് അതിന് ആ പാട്ടിന് ഷെയർ വേണമെന്ന് ഇതിന്റെ പാട്ട് പാടിയനില്ലേ പാട്ടച്ചോനെ. അതൊക്കെ തന്നെ വണ്ടി ഇന്ന് തന്നെ തൂക്കി വെക്കാം. അങ്ങനെ ഒന്നും വരില്ല. കുണ്ടൊക്കെ നാക്കില് ചാടണം, ക്ലച്ചൊക്കെ പിടിച്ച് പതുക്കെ. അത് തിരിച്ചു വരുമ്പോ ഫുൾ സെറ്റ് ആവും. ആ ഒരു ഇത് ഉണ്ടാവും.
അതിപ്പോ വണ്ടി മറ്റെന്താ പറയാ ജിമ്മ് കണ്ട് വരുന്ന ആൾക്കാർക്ക് ബോഡിയാണ് സെറ്റ് ആയിട്ടില്ലല്ലോ ഈ ഇവിടെ വരി ഇന്ന് കേറും ഇവിടെ ഇന്ന് രാവിലെ പോയില്ലേ ചാലിയം ചാലിത്താ വേറെ എവിടെ നല്ല ഉമ്മറ എവിടെ ചേർന്നറിയോ ഉമ്മർ ഒലിപ്രോ എനിക്ക് ഇടക്കിടക്ക് തോന്നും ഉമ്മർ അടിക്കലുണ്ടോ ഒരേ കളി കാണുമ്പോളേ പുതിയ തുടങ്ങിയല്ലേ സൈഡാക്കിക്കോ വല്ല ഇവിടുന്ന് ഞാൻ എനിക്ക് എടുക്കോ കയ്യോ വണ്ടി ഇല്ല ഫസ്റ്റിലിട്ട് ഇങ്ങനെ ഇട്ടാ മതി ഇല്ല ആനോ ഇങ്ങോട്ട് തന്നെ എടുക്ക് ഷിഫ്റ്റിന്റെ ബാക്കിൽ പോയി നിർത്തി അനു അടുപ്പിക്കണ്ട ഷിഫ്റ്റിന്റെ നേരെ നിർത്തിക്കോ നിർത്തിക്കോ ഓഫ് ആക്കൊന്നും വേണ്ട വണ്ടി ഇപ്പൊ ഇതാവും ലോട്ടറി എനിക്കെന്നെ കൈമാറി ക്യാമറ കൈമാറി ഞമ്മള് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് അടിപൊളിയാണ് കാറ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് നല്ല നാക്കുണ്ട് ഓട്ടാന് കാർ ഓട്ടിനെ പഠിക്കുന്ന ടൈമിൽ നമുക്ക് പലതും പലതും തോന്നും. സ്റ്റിയറിംഗ് വളയ്ക്കണം നല്ല സുഖമുണ്ട്. ആക്സിലേറ്റർ പഠിച്ചു കഴിഞ്ഞാലുള്ള സുഖമുള്ള പരിപാടി സത്യടാ അത് ശരിയാ ഇനി കുറച്ചു കാലം ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇവനെ ഞാൻ മറക്കൂലട്ടാ ആരും ഇവനെ മറക്കരുതിട്ടാ ഗൈസ് ഈ വീട് ഇനി എത്ര ആള് കാണുന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ആരും അൻസബിനെ മറക്കരുത് കാരണം എന്താ പറയാ അൻസബാണ് നമ്മളെന്ത് മാസ്റ്റർ കാറ് പഠിപ്പിച്ചെന്ന് ഞാൻ ചിലപ്പോ ചില സൂപ്പർ കാർ എടുക്കാൻ സാധ്യതയുണ്ട് കുറച്ചു കാലം കഴിഞ്ഞാലേ എടോ സൂപ്പർ കാർ എന്ന് അറിയില്ലടാ പൊട്ട പ്രീമിയം കാർ സൂപ്പർ കാർ എന്നൊക്കെ അറിയില്ല ലക്ഷറി കാറൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട് അപ്പോഴും ഞാന് എപ്പോഴും അൻസബ് എന്ന് ബാക്കിൽ എഴുതിയേക്കും പേര് മൈ ഇൻസ്പിറേഷൻ മൈ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എല്ലാരും പോയിട്ട് കമന്റ് ഇടുക എടോ ഇതില്ലേ ഇത് 10 ദിവസം കഴിഞ്ഞാൽ ഗിവ് അവേ കഴിയും വീഡിയോ കാലാകാലം ഉണ്ട് ഏത് ഇന്റർവ്യൂ പോയിട്ട് കമന്റ് ഇടുക അതെ നിലവിൽ ഇപ്പൊ നമ്മളൊരു ഗിവ് അവേ ഒക്കെ ഉണ്ട് അതിനെ കുറിച്ചാണ് അവൻ പറഞ്ഞത് എന്നാലും നിങ്ങൾ ആലോചിക്കുക എനിക്ക് കാർ ഓട്ടാ അറിയാത്ത ഞാൻ വരെ ഗിവ് അവേ എടുക്കണ കാലാണ് എന്താ ചെയ്യാ അല്ലെങ്കിൽ ഇപ്പത്തെ കാലം അങ്ങനെയാടാ ഇപ്പത്തെ കാലം വൈറലാണ് അലിൻ ജോസ് പെരേര ഓക്കെ അനാശ് ആറാട്ടെണ്ണന് ഒരേതാണ്ട് കുഴപ്പമില്ല അവിടെ ജാമ്യ മില്ലിയ ജാമ്യ അല്ല വേറെ നാട്ടിലൊക്കെ വലിയ വലിയ കഴിവുള്ളവരാണ് അറിയപ്പെടുക ഇവിടെ കഴിവില്ലാത്തവരാണ് ഫസ്റ്റ് തന്നെ ഫുള്ള് പോയിക്കോട്ടെ കഴിയണ വരെ ഗേറ്റ് അടവ് കഴിഞ്ഞ വരെ ഫസ്റ്റിൽ അങ്ങനെ തന്നെ ആറാട്ടണ്ണനെ ആറാട്ടെണ്ണനെ അലിൻ ജോസ് പെരേര ആറാട്ടണ്ണന് വർത്താനം നല്ല രസാ മറ്റേ കുറ്റി താടിമല് ഫോണും വെച്ചിട്ട് വർത്താനം പറയാ ഞാൻ ആലോചിക്കണം ഓന്റെ പെരയിലൊന്നും ആരും ഇല്ലേ ഓലെ ഓലൊക്കെ ആറാട്ടെണ്ണന്റെ പെരയിലൊന്നും ആരും ഇല്ലേ ഇന്റെ ഉമ്മക്ക് ആണെങ്കിലും ഒന്ന് ഈ ട്രൗസർ ഇട്ട് എന്റെ തൊട ഒന്ന് കണ്ട അപ്പോത്ത് കോള് വരും ഹലോ അനു എന്താണ് ഇസ്ലാം എന്താണ് മറന്നു പോയോ പറഞ്ഞാണ്ട് വരും സിൻസാറിലൊക്കെ സിൻസാറിലൊക്കെ ഒരു പ്രസംഗം ഇടവും അന്ന് എന്റെ ഞാൻ വിളിച്ചില്ലേ ഉമ്മദാദിനെ കുട്ടി മാർബിൾ എടുക്കാൻ പോവന്ന് അന്ന് എന്റെ എന്താണ് വലിയ അടുത്ത ഉപ്പിണ്ടേനി മാർബിൾ എടുക്കാനാ മാർബിൾ എടുക്കാൻ പോയപ്പോ ഇപ്പൊ അറിയണ്ട് ചട്ടിയില് ഒരുത്തനെ നമ്മള് പഠിപ്പിച്ച് ഉദവി എന്തോ ആക്കം വിട്ടതാണ് ബ്ലോഗർ ആയിക്കൊണ്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞാണ് അന്നങ്ങനെ നല്ല തീറ്റ ഞാൻ പറഞ്ഞു ഓൻ കായ് ഉണ്ടാക്കണില്ലേ അത് കായന്റെ ഈമാനിയാതെ കായ് ഉണ്ടാക്കിട്ട് എന്ത് കാര്യം അതുകൊണ്ടല്ല നമ്മുടെ നാട്ടിലൊക്കെ കണ്ടില്ലേ ചില ആൾക്കാർക്ക് ദഹിക്കൂല അത് അതുകൊണ്ടുള്ള പ്രശ്നമാണ് അതാണ് സംഭവം പിന്നെ വയസ്സന്മാർക്കൊക്കെ ഉണ്ട് ഇപ്പോഴും നമ്മളെ വീട്ടുകാര് 9 മണി 8 മണി ആകുമ്പോത്തിന് വീട്ടിൽ കയറണം എന്ന് പറയുന്ന ടീമാ മഴത്ത് പുറത്തു പോവരുത് അങ്ങനത്തെ ടീമാ മെല്ലെ 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 അൻസേ എന്തിന് ഇവല് ആരെന്ത് പറഞ്ഞാലും വീഡിയോയിൽ ഇട്ട് നോക്കും അത്രേ ഉള്ളൂ അതന്നെ നമ്മള് 2 അക്കൗണ്ട് പോയാ മതി ഒന്ന് പോയാ അടുത്ത് അല്ലേ അത്രേ ഉള്ളൂ ഒന്ന് പോയാ അടുത്ത് അപ്പൊ ഇങ്ങോട്ടെ എന്നാലും ഞാൻ ഇങ്ങനെ പഠിക്കുന്ന ഞാൻ വിചാരിച്ചില്ല കേട്ടാ അപ്പളൊക്കെ പെട്ടെന്ന് പഠിച്ചാൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് കോൺഫിഡൻസ് പഠിക്കും
അല്ലടാ അൻസബ് സംഭവടാ. ഞാൻ ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയാലോ, അൻസബിന് അതിന്റെ ഇതാക്കിയാലോ. സത്യടാ ചെക്കൻ സ്കില്ല്. ഞാൻ ഇന്നലെ ആദ്യമായിട്ട് സ്റ്റെയറിങ് ഇതൊക്കെ തൊടുന്ന ഇന്നലെയാണ്. എന്റെ അൻസബ്. ഒരു ഹായ് പറഞ്ഞേക്ക്. ഹായ് അൻസബ്, ഹായ്. പറിക്കണ ലാഘവത്തോടെ വേണം. അല്ലടാ ഇന്ന് 20,000 റുപ്യ വരും. എന്നിട്ട് വേണം നാളെ പോയിട്ട് കാസർഗോഡ് പോയി വണ്ടി എടുക്കാൻ. ഏതെടുക്കണേ? ഇതന്നെ ഈ സാധനം. എന്നിട്ട് അമ്മ എല്ലാരും അതില് പഠിക്കും. മിനി ട്രിപ്പ് ആലുംകുളത്തില് വടക്കുംപാടായില് മിനി അല്ല അമ്മ ഒരു ദിവസം ഫുഡ് കഴിക്കാൻ പോണ്ടേ? ഞാൻ പറയട്ടാ, ഒരു ഫുഡിന്റെ ഇത് വന്നാണ്, ഒരു ചൈനീസ് തായ് ഫുഡ്. എവിടെ? കോഴിക്കോട്. അമ്മ അങ്ങനത്തെ ടെസ്റ്റ് ആക്കാം. ഒന്ന് കഴിഞ്ഞ് ഇനി ഒന്നും കൂടി ഉണ്ട്. ജംഗ്ഷനാണ് വരുന്നത്. നിങ്ങൾ ഞാൻ എന്തിനാ പേടിക്കണേ? ഞാൻ പറയുന്നത് ജംഗ്ഷനാണ് വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് ലെഫ്റ്റിലേക്ക് കയറണം. അപ്പൊ സെക്കൻഡ് കിടാം. സെക്കൻഡ് അവിടെ നിർത്തേണ്ടി അതിനൊപ്പം ഓൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. ഇപ്പൊ എന്റെ വൈബിൽ എടുത്താ മതി. ആ മനസ്സിലായി. ഓൻ ഇങ്ങനെ ചെയ്യണം എന്നാ പറഞ്ഞത്. പക്ഷെ അനക്ക് എങ്ങനെയാണോ എന്റെ ഒരു സെക്കൻഡ് കിടണ്ടേ? അത് പഠിക്കണേ. സെക്കൻഡ് കിടണ്ടേ? ബ്രേക്ക് വണ്ടി വരുന്നുണ്ടോന്നൊക്കെ നോക്കണം. വണ്ടി വരും. നല്ല കയറ്റിയത്. ഇവിടെ ഒരു കുണ്ടുണ്ട്, അതുകൊണ്ടാ. ആ കേറ്റിക്കോ. യെസ്, പഠിച്ച് വണ്ടി പഠിച്ച്. ഇനിയിപ്പൊ എന്താ പഠിക്കാനുള്ളത്? വണ്ടി പഠിച്ചേ. വണ്ടി പഠിച്ചേ. വണ്ടി പഠിച്ചില്ല. ഇതാടാ ഈ ഫസ്റ്റ് കേടൂലേ? ചെങ്ങായി മാറിന്നോ, എന്റെ ബൈക്ക് വേണമെങ്കിൽ മതി. നമുക്ക് കാറ് പോയാലും കുഴപ്പമില്ല. ഇല്ല കുഴപ്പമില്ല. ഈ ലൈന് കിടക്കണ്ട. ഈ അതാ കണ്ണാടി നോക്കിയാ മതി. കണ്ണാടി കൂടെ കാണുന്നുണ്ട് എനിക്ക്. ആ ലൈന് കിടക്കണേ. ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൻ അനാൻഷാക്കൊരു വെല്ലുവിളി ആവണ്ട. തനിയെ തനിയെ മുല്ലപ്പൂ. ആ അവണ്ട് നേരത്തെ പാട്ടിട്ടാണ്ടിരിക്കണടാ മൊച്ച അല്ലേ? അപ്പൊ ശരിയല്ല. അപ്പൊ ഈ യൂട്യൂബർമാരൊക്കെ വീഡിയോ എടുക്കുമ്പോ പാട്ടിടാതെ വ്ളോഗ് ഇട്ട് പോകേണ്ടി വരില്ലേ? എന്തല്ലേ റെഡി ആവില്ല. എന്താ ഫ്രസ്ട്രേഷൻ ഉണ്ടാ? അങ്ങോട്ട് കേറാൻ നിക്കാ. നല്ല ചോട്ടി കൊടുത്തോളാം. ഇല്ലോ കേറില്ല. എടുത്തോ, ഒരു ഓൺ അടിച്ചെടുത്തോ. അതന്നെ അതന്നെ. യെസ്. അനു ഓ കേറിക്കോട്ടെ. അനു ബാക്കിലാരോ ആരാണ്? ആരാണ്? ഇമ്മേ സൈഡാക്കി കൊടുക്കണേ. അണ്ണന് പോവാൻ സൈഡാക്കി കൊടുക്കണേ അണ്ണേ. ഓരോരോ മൈരന്മാരോ. ഹായ് ബ്രോ. ആളെ നേരത്തേക്ക് തീർപ്പിച്ചാടി. മഴക്കാലാകുമ്പോ അതൊക്കെ ഉണ്ടാവും. എന്താ മഴക്കാലത്ത് വെള്ളപ്പാൻറ് ഇട്ട് വരാൻ ആര് പറഞ്ഞു? അത് നമ്മളെ അൻസബ്. അൻസബ് എജിന്റെ ഗുരുവാണ്. ജിമ്മാര് നല്ല പോട്ടെ. തനിയെ തനിയെ മുല്ലപ്പൂവിൻ. ബസ്സിലേക്കാണ് പോയത്. ഇടയ്ക്കൊരു പേടിപ്പിക്കല. കറക്റ്റ് മനസ്സിലാകണം. കറക്റ്റ് വീണ കഴിഞ്ഞാൽ എന്തൊരു സുഖാല്ലേ? എന്തൊരു ചേലാണ് കണ്ണിനിലാവാണ് ശരിക്കും എന്തൊരു ചേലാണ് കണ്ണിനിലാവാണ്.
തന്തപ്പൊടി മാറുന്നേ കുട്ടിക്കളിയാടുന്നേ വലുതോ. പേടിച്ച് ആ വെള്ളം മൊത്തം തൊപ്പി. ഫോണാണ് വീട്ടിട്ടേക്ക്. എടാ ഫോണ് എപ്പോഴും യൂട്യൂബ് സൈസിൽ വീഡിയോ എടുക്കട്ടാ. എടാ നിങ്ങൾ എന്തേ പറയടാ, നിങ്ങൾ ഇങ്ങനെ കൂപമാരായി ഇരിക്കല്ലിട്ടാ. എന്നാ ഏട്ടയും പോണ കക്കാടം പോയാലാ? വൈകുന്നേരം മിനിയൂട്ടി പോയാലോ? മിനിയൂട്ടിയാ? എടാ വണ്ടി ഓട്ട ഇവിടെ പോയി വന്നാലോ? എനിക്ക് വണ്ടി ഓട്ടാൻ പറ്റണ ഒരു ഇതുവരെ വയനാട് ചൊറ്റമ പോയി വന്നാലോ? പോണേം പോവാ. ഇന്നോവ അല്ലടോ, കാർ ഓട്ടിയാണ് പോവാൻ. ആ അതന്നെ. ഓട്ടിക്കോ അത് കണ്ട. ഇല്ലല്ല, വണ്ടി ഓട്ടണമെന്ന് ഒരു വിഷയമുള്ള കേസല്ല. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, എടുത്തോ, വിഷയമൊന്നുമില്ല. ഇല്ല എനിക്ക് അത്ര കോൺഫിഡൻസ്. അനു ഈ ഇപ്പൊ എടുത്തില്ലേ, അത് എടുക്കേണ്ട കാര്യമില്ല. ഓനെന്ത് ചെയ്യാണ്, ഓന്റെ റൂട്ടിലല്ല വരുന്നേ. ഇപ്പൊ അതില്ലേ, നേരെ എടുത്തിട്ട് ഓൻ നിർത്തി തരുന്ന കാര്യമാണത്. ഇപ്പൊ നടു കൂടെ എടുത്തു നോക്കിയാ, വേറെ ഏതെങ്കിലും വണ്ടി ഓവർടേക്ക് എടുക്കുകയാണെങ്കിൽ ഓൻ ബ്രേക്ക് അടിക്കും. നമ്മള് സത്യം പറഞ്ഞ സേഫ് ആക്കുകയാണ് നമ്മളെ വണ്ടി. വണ്ടി ഫോർത്തിലല്ലേ? പോളെ പോവാ, പക്ഷെ വണ്ടി ബൈക്കിൽ കുടുങ്ങുമെന്നാണ് എന്റെ പേടി. മാത്രല്ല ഇപ്പൊ ഈ 500-ന് അടിച്ചില്ലേ, അതൊക്കെ അതൊന്നും സീനില്ല ബ്രോ. ക്യാഷ് ഒരു വിഷയാണോ? എന്നാ പോവാ. ക്യാഷ് ഇപ്പൊ ഒരു വിഷയാണോ? അത് പറയും. നമ്മളെന്തൊക്കെ കഴിഞ്ഞാണ് നമ്മള്. അനുവോ മറ്റേ മർക്കസല്ലല്ലോ, എന്തിനാ അതിന്റെ പേര്, നോളജ് സിറ്റിയിൽ ഒരു നോമ്പറക്കാൻ പോയിനി. കാറേറ്റാ ആൾട്ടോ വെച്ചിട്ട് ഞാനും അഫീഫും പിന്നെ ഓന്റെ ഒരു കാക്കിയും അങ്ങോട്ട് പോകേണ്ടവർ രക്ഷപ്പെട്ട്. മോനെ വണ്ടി നടുവില് മറ്റേ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഇനി സ്കിഡൊക്കെ ആയിനി. അത് കുറച്ച് കിളവന്മാര് ഇന്നോവയില് പാട്ടൊക്കെ ഇട്ട് ഓല് പോണതും നോളജ് സിറ്റിക്ക് തന്നെ. അല്ലടാ, ഞാൻ പറയണത് എന്താ അറിയാ, നമ്മളെ നാട്ടിലൊക്കെ എന്തൊരു സമാധാനം അറിയാ. ഇത് ഇങ്ങോട്ട് ഡൽഹിയിലൊക്കെ ഇങ്ങോട്ട് പിന്നെ അതേമാതിരി ഊട്ടി പോയപ്പോഴാ മനസ്സിലായതില്ലേ എന്താണ് നമ്മളെ നാട്ടിലൊക്കെ അല്ലേ നമ്മളെ നാട്ടിലൊക്കെ ഒരു കാർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെരയിലൊക്കെ സ്വസ്ഥായിട്ട് നിർത്തിയിട്ട് സെറ്റായി ഇങ്ങനെ കൊണ്ടുനടക്കാം. ഇതുണ്ടാവും കണ്ട ഗല്ലിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ എങ്ങനെ നേരേക്ക് പോണടാ. ഞാൻ അങ്ങനെ ആലോചിക്കും ഓൾക്കൊക്കെ എന്ത് സുഖമുള്ളത്. പക്ഷെ സംഭവം എന്താ വെച്ചാലേ, ഇനിയിപ്പോ ഇംഗ്ലീഷുകാര് നമ്മളെ ഈ സിസ്റ്റം കാണുമ്പോൾ ഓല് വിചാരിക്കും ഓരോരുത്തര് ഓന്റെ കാറിന്റെ കോലം കാണാൻ എന്താണ് കോഴിക്കുട്ടി എന്നൊക്കെ വിചാരിക്കും. ഈ ഇങ്ങനെ തന്നെ എടുത്തോ, സൈഡാക്കും എടുത്തോ. ഇങ്ങോട്ട് ഓവർ ഇറക്കണ്ട, എന്താ പാടി അറിയില്ല. നല്ല വെള്ളമാണ് അവിടെ, എപ്പോഴാ കൊണ്ട് പറയാൻ പറ്റില്ല. അത് ശരിയാ. നിനക്കൊരു ഹാലല്ലേ അൻസബ് പറഞ്ഞാണ് അഫീഫിനെ വിളിക്കാൻ. നമ്മ രണ്ടാളാണെങ്കിൽ ഇപ്പൊ രസം ഉണ്ടാവില്ലല്ലേ. പക്ഷെ എനിക്കൊരു പേടി, ഇനിയിപ്പോ വണ്ടി തട്ടാണെങ്കിൽ തന്നെ. പക്ഷെ എനിക്ക് എന്റെ അൻസബ് മതി. നേരത്തെ ഇന്നലെ പോയി വന്നപ്പോണ്ട് ആളുമ്മരാനൊക്കെ ഡൽഹി പോയി കുണ്ടത്തിന് നല്ല സാറിൽ പഠിച്ചിക്കണേ. എടാ ഉമ്മച്ചി കുണ്ടനാവും എന്തൊക്കെ ഈ പറയണേ. ചുണ്ട് വെക്കാണ്ടത് എന്റെ ഇങ്ങാലത്തെ ചുണ്ടുമ്പോ കഴിച്ച മുറിയാവും ചെങ്ങായി ചുണ്ടൊക്കെ. ചുണ്ട് മൊത്തം പോയിടേ. ഇല്ലടാ അൻസബ് നല്ല. അൻസബിന്റെ അത്ര അൻസബിന്റെ അത്ര സോലിയായ ആരെങ്കിലും ഉണ്ട് നമ്മളെ നാട്ടില്? അത് പറയും. എന്ത് നല്ല ചെക്കൻ, ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കൂല, അടിയിക്കാൻ നോക്കുള്ളൂ. അതേമാതിരി അല്ലേ? നിങ്ങളെന്നാ ഡൽഹിക്ക് വരിക? അത് പറയും. നമ്മളിപ്പോ സ്വന്തമായിട്ട് റൂമുണ്ട്. ഈ എന്നാ പോണേ? എന്നാ പോണേ? ഞാന് ഇനി 2 മാസം കഴിഞ്ഞു. അപ്പം വരുത്തി. അപ്പൊ എന്റെ കൂടാണ്ട് വന്നാല് തിരിച്ചു വരുന്ന നോക്കിയാൽ മതിയല്ലോ. അത് ശരി. നമ്മ ജനറലില് തൊട്ടിലൊക്കെ കെട്ടിട്ട്. കാരണം ഞാനിന്നല്ല നമ്മളാരും ഡൽഹി പോലത്തെ സ്ഥലത്തേക്ക് പോയിട്ടില്ല. ഇവിടെ അണ്ണ ഉണ്ടാവുമ്പോ പിന്നെ നിങ്ങളെ എന്തിനു പേടിക്കണോ? അനു ഓട്ടോറിക്ഷ ഒക്കെ മിറർ കൂടെ ഈ നോക്കണം, കണ്ണാടി കൂടെ. ബാക്കില് ഇവിടെ അടുപ്പിക്കുമ്പോൾ ഓവർടേക്ക് ചെയ്യാൻ കയറുമ്പോഴൊക്കെ അപ്പുറത്തുനിന്ന് വണ്ടി വരുന്നുണ്ടോ ഒക്കെ ഈ കണ്ണാടി കൂടി. ഈ പ്രോമാക്സ് ഇട്ടാ ഈ വണ്ടി ഫുൾ ഫ്രെയിം ഇട്ടുണ്ട് ഇല്ലേ? അതിന് 20 മിനിറ്റ് ആയി. എന്താക്കണേ? എടുത്തോ സെക്കൻഡിൽ തന്നെ അതിൽ തന്നെ പോട്ടെ. ഫോൺ സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല.
അയവാ പൂ പറിക്കണ മാതിരി ആകുന്നുണ്ട് കേട്ടാ. ഇപ്പൊ പൂ പറിക്കാൻ പൂ പറിക്കണ ലാഘവാകുന്നുണ്ട് ഇപ്പൊ. വീഡിയോ നമ്മ ഫുൾ സ്ട്രീം പോലെ എടുക്കും. ഇന്നലെ ഞാന് വണ്ടി പഠിക്കണത് സാനിയൊക്കെ അയച്ചെടുത്തിന്. ആ അപ്പൊ ഓള് പറയാ ഇതെന്താ 2 കൈയായിട്ട് ഈ കപ്പലൊക്കെ ഓട്ടണ ഓട്ടണ. ഓക്ക് വണ്ടിയൊക്കെ ഓട്ടാറിടാ. അതാ പറഞ്ഞ ഈ വണ്ടി ഓട്ടാ അറിയാതെ കല്യാണൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ നാറുട്ടാ. എന്റെ പെണ്ണുങ്ങൾക്ക് വണ്ടി ഓട്ടാ അറിയും. അൻസബാന്റെ ശീലം അവിടെ നിർത്ത് മാറ്റിയ ഇതൊക്കെ ഒരു പക്ഷെ ഞാനല്ലടാ ആലോചിക്കണേ. എന്റെ പ്രായത്തുള്ളവരൊക്കെ ഇപ്പൊ വേറെ ഇതെടുക്കണം അതെടുക്കണം എന്നൊക്കെ പറഞ്ഞാണ് നടക്കുക. ഞമ്മ ഇവിടെ എപ്പോഴും എടുക്കണം എന്ന് പറഞ്ഞ നടക്കുക. സംഭവം ശരിടാ. ഒന്നാമത് എന്താ വെച്ചാലേ നമ്മളെ നാടൊരു കാട്ടിലായി പോയടാ. നേരെ പരപ്പനങ്ങാടി അല്ലേ? സീറ്റ് ബെൽറ്റ് ഇട്ടില്ലേ രണ്ടാളും? ഒരു പേടിയില്ലാതെ എടുക്കണ, ഒരു പേടിയില്ലാതെ പൂ പറിക്കണ ലാഘവത്തോടെ. ജംഗ്ഷൻ എന്നാണ് ഗൈസ് ഈ കളി മൊത്തം കളിക്കുന്നത്. ഫുൾ ജംഗ്ഷൻ. നമ്മക്കുണ്ടാ പേടി ഇല്ല. ഹായ് എടാ കുട്ടിക്ക് ഇന്നെ അറിയാൻ സാധ്യതയുണ്ടല്ലോ. ഹായ് കുട്ടി ഹായ്. അതിന് ഓളെ സൂമാക്കിയേ സൂമാക്കിനാ. എടാ ഓക്ക് ഇന്നെ അറിയാം. ഓള് നാളെ ഞാൻ ഇവിടെ വന്നപ്പോ കണ്ടിനി. ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ബാക്കില് നല്ല ഉസാറില്ല. അതൊന്നും വിഷയമല്ല. ഇത്ര ആൾക്കാരെ ബാക്കിൽ വെച്ചിട്ടാണ് നമ്മളനു ഇത്ര വൈഡില് വണ്ടി എടുത്ത് പോണേ. പോയല്ലടാ പൊട്ടാ അവിടെ നിക്കേ. വേണ്ടിയവരൊക്കെ ഓവർടേക്ക് എടുത്ത് പോവാ. അതാണ് കണ്ടാ നമ്മൾ ലൈവ് അല്ലല്ലോ കാണുന്നുണ്ടാ. പറഞ്ഞപ്പോത്ത് പോണ് വായിണ്. ബിരിയാണി കൊടുക്കാറില്ല. അൻസബിന്റെ മുത്താണ്. അൻസബിനെ ഞാൻ വേണമെങ്കിൽ ഏതാടാ ഇരുത്തോ? ഇതോ ലോട്ടറി അടിച്ച മാതിരി ഇരിക്കുക. മഞ്ഞില് മാനം മിന്നണ നേരം ചിന്നവളരികിൽ വന്ന് മൈലാഞ്ചി അണിഞ്ഞൊരു കൈകളിലേക്ക് ഇല്ലടാ. ഞമ്മളില്ല, നമ്മ നല്ല നല്ല സെറ്റ് സാധനം ഇറക്കും. ഇപ്പൊ ഒരു 2-3 കാറൊക്കെ എടുക്കും. എന്നിട്ട് ഓരോരുത്തരും ഓരോന്ന് ഓട്ടാ. എന്താ വിചാരിച്ച നമ്മളെ ലൈഫ് മാറിയടാ. അത് മറ്റേ കല്യാണം ആകുമ്പോത്തിന് കുറച്ച് സെറ്റപ്പ് ആക്കിട്ടാ. സെറ്റപ്പ് എന്നുവെച്ചാലേ കുറച്ച് കാറ് എല്ലാരും എന്റെ പെരയില് ഫുൾ ടൈം. നമുക്ക് അനാൻസിന്റെ ആയിട്ട് വ്ളോഗ് ഒക്കെ തുടങ്ങിയാലോ. പെരയില് നോമ്പിന് ഫുൾ എല്ലാരും പെരയില് മൂടാവും. എന്നിട്ട് വേണമെങ്കിൽ കുക്കിനെ വെക്കാം. എന്നാ പിന്നെ ഉമ്മ കാണാൻ കൊണ പറയില്ലല്ലോ. തൊപ്പി മറ്റേ ചെക്കന്റെ പേരെന്താ? തൊപ്പി മമ്മു അതൊക്കെ മമ്മു ഏതോ സാധനല്ലേ? 6000 റുപ്യ ഗൂഗിൾ പേയില് വന്നേണേ. എന്തുദ്ദേശം വെച്ചാണോ പടച്ചോൻ ആ പൈസ എത്തിച്ചതെങ്കിൽ പടച്ചോ അല്ല മമ്മു പറഞ്ഞത്. അങ്ങനെ ഉദ്ദേശം ടൈപ്പ് ചെയ്തയക്കണം. ഉദ്ദേശം ആദ്യം ടൈപ്പ് ചെയ്യണം എന്നിട്ട് പൈസ അയക്കണം. ഇവന് മമ്മ വീഡിയോ എടുത്താലും കേറിട്ട് വണ്ടിന്റെ വീഡിയോ എടുത്ത് വെക്കുക. മൂടാണ്ടാ അടിപൊളി പെട്രോൾ കാരണ വണ്ടിന്റെ വീഡിയോ എടുക്കേ. ഇവിടെ തിരക്കാണ്. ഇന്ന് രാത്രി എന്താ കാട്ടിയ പോവല്ലേ? ഇന്ന് രാത്രി ഞാൻ പറയാം. ഇതാണ് നമ്മളെ വണ്ടിന്റെ ഇന്റീരിയർ ഇട്ടാ. മാറ്റ് ഫിനിഷാ. മാറ്റ് ഫിനിഷ്. നല്ല ചായ സ്പോട്ട് നിർത്തിട്ടാ. ഇടക്കിടക്ക് ചായ ഒക്കെ ഉണ്ടാവും. ലെതർ ടച്ച്. പിന്നെ കോക്പിറ്റ് പറയേണ്ടി വരില്ലല്ലോ. വീഡിയോ ഒക്കെ ഉണ്ട് പക്ഷെ വർക്കാവില്ല. പിന്നെ ചെറിയ രീതിയിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. നമ്മളെ മുത്തിന്റെ വണ്ടിയല്ല, നമ്മക്ക് ആ ഒന്നൊരു വിഷയമല്ല. നമ്മള് വണ്ടി പഠിച്ചത് ഈ കാറിലാണ്. വെറുതെ ഇല്ലാത്തവരോന്ന് പറയാം. ഇല്ലാത്തതോ? ഈ വണ്ടി മേലെ അടിച്ചേ. മാഷാ അല്ലാഹ്. അത് മതി അത് മതി. അല്ലെങ്കിൽ അൻസബ് നമ്മളെ നാട്ടില് ജനിച്ചില്ലെങ്കിൽ നമ്മളെ അവസ്ഥ ഞാനൊക്കെ ഇപ്പൊ ഉണ്ടാവും. ഞാനൊക്കെ ഉണ്ടാവും. ഞാനൊക്കെ ഉണ്ടാവും പേശി വ്ളോഗ് ഡെഡിക്കേറ്റഡ് ടു അൻസബ്.
എന്റെ വ്ളോഗിന്റെ ഇത് തമ്മിൽ ഇതാണ് എന്റെ അൻസബ്. സത്യത്തിൽ ഒരു കാര്യം പറയട്ടെ, ഉം. നമ്മളെ നാട്ടിലില്ലേ നിസ്കരിച്ചില്ലെങ്കിലും നോമ്പറ്റില്ലെങ്കിലും കൂലി കിട്ടുന്ന ആകെ ഒരാളാരാ അൻസബ്. അൻസബിനുള്ളൂ. കാരണം എന്താ പറയാ, അൻസബിനെ ഈ നാട്ടുകാരും തിന്നു, കുട്ടികളും തിന്നു, കുടുംബക്കാരും തിന്നു, എല്ലാരും തിന്നു. പക്ഷെ ആള് നല്ലൊരു മനസ്സാണ്. ഈ മനസ്സ് കിട്ടണമെങ്കിൽ കുറച്ച് പണിയുണ്ട് മക്കളെ. ഈ മനസ്സ് കിട്ടണമെങ്കിൽ തന്നെ അൻസബിന് പിന്നെ കൊറേ കുട്ടികളുണ്ട് കേട്ടാ. ഇടക്കിടക്ക് സ്റ്റോറി കാണാം. കൊറേ ബെസ്റ്റ്, 5-8 ബെസ്റ്റ് ഉണ്ട്, 5-8 മോളുണ്ട്. അൻസബിന്റെ ലെഫ്റ്റിക്കല്ലേ ഗുരു, ഈ അണ്ണൻ ഈ ലെഫ്റ്റിക്കാണ് തോന്നുന്നത്. കൺജസ്റ്റഡ് അതന്നെ തന്നെ. അതിന് കുറച്ച് അങ്ങോട്ട് എടുത്ത് ഇങ്ങനെ ഓടി. എനിക്കറിയാം. അതൊന്നൊരു വിഷയമില്ല. എടുത്തോ ആന്നെ ഈ എടുത്തോ. അത് ഉമ്മക്കോ ഉമ്മച്ചേ എടുത്തോ. ഇല്ലില്ല സാനോ ഏതാ മുതല് ഉമ്മക്ക് വിചാരിച്ചില്ലേ? ഇല്ല എടുത്തോ. അതൊക്കെ കേറും. ഈ കൂടുതൽ ഇറക്കണ്ട, ഇറക്കിക്കോളൂ. അതുകൊണ്ട് ഒരു നോട്ടോ നോട്ട് ഇഷ്ടപ്പെട്ടില്ലട്ടാ. വേണ്ടിയൊരു വേണം എടുത്ത് പോയിക്കോട്ടടോ. അമ്മ നോക്കിയ മോന്തൊക്കെ കുത്തു, അത്രേ ഉള്ളൂ. ഏത് ഓട്ടോറിക്ഷക്കാരനാണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് പോയാ മതിട്ടാ. ചെറിയ മാന്തള പോലത്തെ റോഡുമ്മ കൂടെ കപ്പലോട്ടണ പോലെ നമ്മളെ പോക്കി. ഇതൊന്നാകപ്പോ നമ്മൾ മറ്റേ ഹലോ ഗായ്സ്, കുറച്ച് ആക്സിലേറ്റർ ഉണ്ട് കൂടി. എത്ര അടിച്ചോ? എത്ര അടിക്കാം, പൈസ ഒന്നും കൊടുക്കണ്ട. എത്ര അടിച്ചോ? ഒന്നും പറ്റൂല. ഓവറടിച്ചു കഴിഞ്ഞാല് നാട്ടുകാരുടെ അടുത്ത് നിന്ന് ചിലപ്പോ 2 തൊള്ള കിട്ടുന്നതായിരുന്നു. അതൊക്കെ അമ്മ വാങ്ങാം. സൈഡാക്കൊന്നും വേണ്ട, സൈഡ് ഓനാക്കിക്കോളൂ. ഓന്റെ വണ്ടി സേഫ് ആക്കൽ ഓന്റെ കടമയാണ്. നമ്മുടെ വണ്ടി സേഫ് ആയാലും ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കപ്പലിലെ സ്റ്റിയറിംഗ് തിരിക്കണ പാവാണ് ഓട്ടോറിക്ഷക്കാരെ. കൊറേ നേരം ഓ പോയിക്കോട്ടെ, അല്ലേ ഒപ്പം ഉമ്മക്കാൻ വരൂ. പോയിക്കോളി കാക്ക, പോയി കാക്കേ, പോയിക്കോളി പോടോ ചെങ്ങായി. പോയിക്കോട്ടെ. കറക്റ്റ് കിട്ടിയിട്ട് ഞാൻ ചോദിച്ചു ഓനെ ഓക്കെ ചോദിക്കാൻ വരും. ഏത് മരത്തുകൂടാണ് ഈ വണ്ടി പിടിക്കണേന്ന്? അതാവും നമുക്ക് ചോദിക്കാണ്ടായ. പിടിച്ചാ ഈ റോഡൊക്കെ ശരി തന്നെയല്ലേ? ശരിയാണ്ടാ. ഇല്ലാതെ ഞാൻ വണ്ടി അൻസബേ അന്റെ ശിഷ്യനെ പറ്റിയിട്ട് എനിക്ക് എന്താ പറയാനുള്ളത്? ശിഷ്യനാരാ? പ്രത്യേകിച്ച് പറയാനൊന്നും. സൈഡാക്കി ഫോട്ടോ എടുത്ത് പോയാലോ? ചിലക്കാ പോടാണ്. ഇവിടെ വണ്ടി പഠിച്ചുമ്പോഴാ അവരെ ഫോട്ടോ എടുത്ത് പോവാ. അതെന്ത് വർത്താനാണ് ഈ പറയുന്നത്? ആ ശരി, നമ്മ എടുക്കല. അതല്ല ചായ സ്പോട്ട്. അതോ ഹായ് ഗായ്സ്. എങ്ങനെയാണ് ഫിറ്റ് ചെയ്യാ? ഏത് അത്? അതിന്റെ ബാക്കിലതാ സമ്മതിക്കണം. അതാ ഞാൻ പറഞ്ഞ. അല്ലടാ, ഞാൻ ഡൽഹിയിൽ നിന്ന് ഈ സാധനം തുടങ്ങാൻ പോകുന്നുണ്ട്. ഐസോ സ്പീഡിന്റെ ആ സാധനം IRL തുടങ്ങിയ മാരകാടാ. നമ്മളില്ല, നമ്മളാവുക. ഇപ്പോഴൊക്കെ ഞാനിപ്പോ വണ്ടി പഠിക്കുന്നോണ്ട് പേടിച്ച് നിക്കല്ലേ. ഐ മീൻ ഉമ്മച്ചിയാ എടുക്കണ്ട. അല്ല ഉമ്മച്ചി എടുക്കണ്ട മീൻസ് എടുത്തോക്ക്, പിന്നെ എടുക്ക. എടുത്തോക്ക്. ഉമ്മന്റെ വിളിയല്ലേ? ഓ അൻസബിന്റെ ആ വർത്താനം. അല്ല ഇതാ അല്ല വ്ളോഗിലെ അൻസബ് ആളാകുക. ഇത് എന്നിട്ട് ആൾക്കാർ കമന്റ് ഇടല്ലോ, ഓ എടാ ഉമ്മക്ക് വില കൽപ്പിക്കുന്ന അൻസബ്. ഉമ്മ എന്റെ പൊന്നുമ്മയാ. എന്നിട്ട് അൻസബിന്റെ ഫോട്ടോ വ്യത്യാസം ആരെങ്കിലും അൻസബിനെ വ്ളോഗിൽ വന്ന ആരെയും കുട്ടി സെറ്റ് ഔട്ടാ ഗൈസ്. അൻസബില്ല, അൻസബിന് എത്ര വയസ്സ്? എത്ര പറയും?
18 വയസ്സാണ്. തൂ വെള്ള കളറ് ഒക്കെ എല്ലായിടത്തും വെള്ളയാണ്. അല്ലാതെ മുഖം മാത്രല്ല, നമ്മളതൊക്കെ ചില സ്ഥലത്ത് കരിഞ്ഞിട്ടാവോ. ചാൻസവിന്റെ അങ്ങനല്ല, എല്ലായിടത്തും വൈറ്റ് വാഷ് അടിച്ച മാതിരിയാ. പിന്നെ നല്ല മുടി നല്ല മീശ. ഏത് പെണ്ണും ആഗ്രഹിക്കുന്ന ഇങ്ങനത്തെ ഒരു ബോഡിയാണ്. അൻസബിനെ വളയ്ക്ക, തിരിക്ക, കെടുത്ത എങ്ങനെ ചെയ്യാ. അപ്പൊ എന്താണ്, പൂതിയുള്ളവരൊക്കെ വ്ളോഗ് കാണുന്നവരൊക്കെ അൻസബിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാം. എന്തൊക്കെ വണ്ടി ലൈൻ പൊട്ടീന്. അപ്പൊ ഇനി നമ്മളെല്ലാം ചെയ്യുമല്ലേ. ഇനിയിപ്പൊ അങ്ങോട്ട് കിടക്കാൻ എന്താ വൈ. ഹലോ എടാ, ആ ചെങ്ങായി അതല്ലടോ, ഇത് ഷോ. ഓ മാഷാ അല്ലാ ഗൈസ്, ഞാന് വണ്ടി വളയ്ക്കാൻ പോവാണ് ട്ടാ. റിവേഴ്സ് അതന്നെ റിവേഴ്സിലാണ്. പോട്ടെ, പഠിക്കണ ലാഘവത്തോടാണ്. ബാക്ക് നോക്കണേ. പോവും പറഞ്ഞിട്ട് കുണ്ടിക്ക് പോവോ? ഓഫായി. സ്റ്റാർട്ടായി. ക്ലച്ച് ചവിട്ടിട്ട് സ്റ്റാർട്ടായി. മെല്ലെ കുറച്ച് ആക്സിലേറ്റർ കൊടുക്ക്. അതന്നെ മതി. ബ്രേക്ക് ഇട്ടാ. ബ്രേക്ക് ഇടുമ്പോ ക്ലച്ച് ഇടണോ? വണ്ടി നിൽക്കുമ്പോ ക്ലച്ച് ഇടണോ? നീ ഫസ്റ്റിലേക്ക് ഇട്. അങ്ങോട്ട് പിടിക്ക്. വണ്ടിക്ക് മെല്ലെ ക്ലച്ച് മെല്ലെ വിട്ടൂടി. ബ്രേക്ക് വിട്ടാളാ. മെല്ലെ പോട്ടെ. ഞാൻ ഒന്നും കൂടി പോട്ടെ, കുറച്ചുകൂടി പോട്ടെ. എന്നാ സുഖത്തില്. മതി. ബ്രേക്ക് നീ ഗിയർ ബോക്സ് പറിച്ച് കയ്യിലെടുക്കുവോ? ഒന്ന് മുമ്പോട്ട് പോടാ. മതി. ഇനി വണ്ടി പോട്ടെ. ഫസ്റ്റ് കിട്ടുന്നാണ്ട് പോട്ടെ. വേണേ കെട്ടാ. എടാ ഇവിടുന്ന് പോവാൻ ചെയ്യാ അലിജോട്. അപ്പൊ അമ്മ പാലം കയറി പരപ്പനങ്ങാടി അവിടെ തിരിഞ്ഞു. ഒരു ഫാൻസ് അസോസിയേഷൻ തുടങ്ങിയാലോ ഇൻസ്റ്റയില്? ഒരു ഗ്രൂപ്പ്. എടാ നിങ്ങള് തുടങ്ങടാ, എന്നിട്ട് അതിലൊക്കെ കോളാബൊക്കെ വാങ്ങ്. ഓക്കെ ഫാൻസ് അസോസിയേഷൻ. എന്റെ വൈബില് വണ്ടി വിട്ടിട്ടാ. അഞ്ചൊന്നും പറഞ്ഞു കൊടുക്കല്ലേ. പക്ഷെ അതിന്റെ ഓണർ ഇജാന്ന് പറഞ്ഞിട്ടാ. ഓക്കെ നാഷനൊക്കെ ഫാൻസ് അസോസിയേഷൻ തുടങ്ങിയ പെണ്ണിട്ടൂലടോ. പറയണല്ലേ ഓനെ വെച്ചിട്ട് തന്നെയാണോ നീ പറയണേ? ജാമ്യ മില്ലിയിലെ ഒരു സഫ്ദർ ഉണ്ട് കേട്ടാ. ഓന് ഈ പെണ്ണിട്ടുക അതന്നെ വിചാരം. എന്ത് പറഞ്ഞാ വേറെ കിട്ടില്ലാണല്ലോ. എങ്ങട്ടാന്ന് ആദ്യം ചോദിച്ചോക്ക്. തറ്റതൊക്കെ വണ്ടി പോലെ അറിയും. അപ്പൊ പറയും മിണ്ടല്ലോ. ചോദിച്ചോക്ക്. ഒരു ഓൺ അടിച്ചിട്ട് നിർത്താൻ മതി. ചോദിച്ചോക്ക് എങ്ങട്ടാണ്. അതല്ല, ചോദിച്ചോക്ക് എങ്ങട്ടാണ്. അങ്ങോട്ട് വണ്ടി പോവില്ലട്ടാ. വണ്ടി പോവില്ല. അവിടെ കുറച്ചപ്പുറത്ത് ഒരു 100 മീറ്റർ പിടിക്കാറില്ല. സെക്കൻഡിലാണ്ട പോണേ വണ്ടി. വണ്ടി നിർത്തിയാൽ ഫസ്റ്റ് കിട്ടണോ? വണ്ടി നിന്ന് കഴിഞ്ഞാൽ വണ്ടി ഫസ്റ്റ് കിട്ടണോ? ഇങ്ങോട്ട് ചെക്കന്മാര് കേറി പോയിക്കോട്ടെ. അനക്ക് വേണമെങ്കിലേ അനുസരിക്കാതെ എന്നെ വണ്ടി പഠിക്കടോ. വണ്ടി അറിയില്ലടോ. നമ്മൾ ട്രെയിനല്ലേ ഓട്ടാറുള്ളൂ, വണ്ടി ഓട്ടാറില്ലല്ലോ. ചായ വാങ്ങിയരോ? വെറുതെ കഴിച്ചടാ. ഏത് കൊടുക്കൂലേ? ചായ കുടിച്ചടാ. ചായ കുടിച്ചണേ. എന്താ വേണോ? അമ്മ കുടിക്കണോ? എന്നാ വരാ. ചായ സ്പോട്ട് ഏതല്ലേ? സാധിച്ചു കൊടുക്കട്ടെ. ഇവിടുന്ന് ലെഫ്റ്റ്. ഓക്കെ, വണ്ടി വരണോ നോക്കിട്ട്.
ലെഫ്റ്റ് ബ്രേക്ക് ഒക്കെ ചവിട്ടി ഓടിച്ചോട്ടെ, ഫുൾ ഓടിച്ചോട്ടെ. പോട്ടെ ഞാൻ അങ്ങോട്ട് ഓടി, അങ്ങോട്ട് അങ്ങനെ തന്നെ. ഇതിപ്പോ നമ്മള് ഓട്ടം വെറുതെ ഓടി, നമ്മക്ക് അറിയില്ലല്ലോ. ഇടക്ക് വണ്ടി ട്രാക്ടർ ആവും. അഫിയ ബാക്കിൽ ഇരുന്നിട്ട് എങ്ങനെയുണ്ട്? നല്ല കുഴപ്പമില്ല. എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. ഇടക്കിടക്ക് എന്തോ ഒരു വണ്ടി ഇങ്ങനെ കുലുങ്ങുണ്ട് എന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഓണടിക്ക, മാക്സിമം ഓടിച്ചെടുക്ക. സെക്കൻഡിലല്ലേ കൊടുത്തിട്ട് മാക്സിമം ഓടിച്ചു. അപ്പോൾ തോവൊക്കെ ഉണ്ട്, ഇത് നോക്കിട്ട് അല്ല ഇതിപ്പോ നമ്മള് വന്ന വയ്യ. നമ്മള് വന്ന വഴി നിങ്ങൾ കണ്ടില്ല. ട്രാൻസ്പോർട്ട് എവിടെ ഉള്ളത് ചെയ്യാം. മരം വീണ് മരന്ന് പോസ്റ്റ് വീണ് കിടക്കാണ്. അതുകൊണ്ട് നമ്മള് പിന്നെയും പരപ്പനങ്ങാടി വഴി നമ്മളെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോവാണ്. ഇതിൽ തോര അലിച്ചോടുണ്ട്. അതിന് വേറെ എന്തെങ്കിലും ആലിജോടിന്റെ അടുത്തുള്ള സ്ഥലത്തിന്റെ വേറെ എന്തെങ്കിലും പേര് പറയും. എടാ ചെമ്മാട് ദാറിലു അങ്ങട്ടാ ഒക്കടാ. അത് ഞാൻ ഇത് ഫസ്റ്റിലോ തേർഡിലോ? ഗായ്സ് ആ മുന്നിൽ പോയത് നമ്മളെ ചെക്കന്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരാട്ടോ. ഇഷ്ടം കൊണ്ട് നമുക്ക് ചായ വാങ്ങി തരാ പറഞ്ഞിപ്പോ മുന്നില് പോവാണ്. പടച്ചോനെ ഓല് എന്തുദ്ദേശം വെച്ചാണോ അത് എന്തുദ്ദേശം വെച്ചാണോ ചായ വേണോന്ന് ഇനി വാങ്ങി തരണോ ഇല്ലന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഇനി പെണ്ണ് കിട്ടാതെ അലഞ്ഞ് നടക്കുന്നവരാണെങ്കിൽ നടക്കട്ടെ, പണി കിട്ടാത്തോണ്ട് അല്ലടാ പെണ്ണിനും കാട്ടിയും ഇത് വെച്ചപ്പത്തെ വെച്ചാൽ ജോലിന്റെതാണ് ജോലി. ദീർഘായുസ്. എന്റെ കാക്കോ നമ്മക്കും പോണ്ടേ കാരണം നമ്മളെ വിളിച്ചു വരുത്താണ്. ഓല് നല്ല സഹകരിക്കുന്നുണ്ട്. ഫസ്റ്റ് എടുത്തു കൊടുക്കടാ, ഫസ്റ്റ് എടുത്തു കൊടുക്ക്. ഹായ് ബ്രോ, ഇപ്പൊ മൈൻഡ് ചെയ്യാൻ നേരില്ല. ജാടെന്നൊന്നും വിചാരിക്കരുത്. വണ്ടി കൈമന്ന് പോകുന്ന വിചാരിച്ചിട്ടാണ്, വേറെ ഒന്നും ഉണ്ടല്ല. എങ്ങോട്ടാണ് ഈ പാലത്തിന്റെ അപ്പുറം എടുത്തോ. അതിന് ജംഗ്ഷൻ ഒന്നും ഒരു കളിയും കളിക്കല്ലേ. എവിടുന്ന് പാലത്തിന്റെ അപ്പുറം ഉണ്ടാ? അതിനപ്പുറം ഉണ്ടാ? ഞങ്ങൾ മുന്നിൽ പോയി വെക്കുന്ന അവിടെ നിർത്തണമെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം മുമ്പ് പറയണം ബ്രോ. വണ്ടി വെക്കൂല, റിസർവ്ഡ് ആണ്. പറഞ്ഞാ മാത്രം നല്ല ആൾക്കാരിട്ടാ. എടാ എന്റെ വീഡിയോ ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാർ ഇവിടെ ഉള്ള തിരൂര്, താനൂര്, പരപ്പനങ്ങാടി, മലപ്പുറം ടീമെന്നാണ് നമുക്ക് ഫുൾ സപ്പോർട്ട് തരുന്നത്. പടച്ചോനെ മലപ്പുറം അതെപ്പോഴും നിലനിർത്തട്ടെ. അടുത്തതും തോരക്കുക. അതിന് അടുത്ത തോരട് മലപ്പുറത്തുള്ള ആൾക്കാർക്ക് ചായ അടിക്കുമ്പോ ചായ അടിച്ചുമ്പോ നല്ല ദീർഘമായ ദുഃഖം ഉണ്ടാവും. ചായ കടക്കാരനോ അല്ലെങ്കിൽ നമ്മൾ ചായ കടക്കഞ്ഞ അഥവാ ചായ കൊളാപ്പിടണമെങ്കിൽ അതും ഓക്കെ. മാനം തുഞ്ചത്തെ ഒന്നിറങ്ങി വാ. ഡൽഹിയിൽ എനിക്കൊരു വണ്ടി എടുക്കണടാ. എന്നിട്ട് ഇങ്ങനെ ഒരു നാനൊക്കെ എടുക്കണം അല്ലേ. അവിടെ ഇപ്പൊ എല്ലാ റൂട്ടിൽ കൂടെ പോണ ഒരു വണ്ടി പേതാ ഞാനാണ്. അങ്ങനത്തെ വണ്ടിയാണ്. റോഡല്ലേ നമുക്ക് തോന്നാല്ലേ. അതെന്താണടാ നമ്മുടെ ഈ സിനിമയിലൊക്കെ കണ്ടുള്ള പയക്കം കൊണ്ടാണ് നമുക്ക് ഈ തോന്നുന്നുണ്ട് ഡൽഹി ഇങ്ങനെ ആവൂ ഫുള്ള് സെക്കൻഡിലേക്ക് ഇട്. പോട്ടെ ഇട്ടിട്ട് സെക്കൻഡിലാണ്. പോവാ. ഇല്ല അല്ല ആക്സിലേറ്റർ കൊടുത്തോ. അതിന് ഇങ്ങനത്തെ വണ്ടി ഓട്ടി പഠിച്ചാ പിന്നെ ഒരു വണ്ടി ഓട്ടുമ്പോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതാണ് നമ്മള് ഫുൾ ക്ലച്ച് റെഡി ആയ വണ്ടി
ഗിയർ റെഡി ആയ വണ്ടി അങ്ങനത്തെ വണ്ടി ഓട്ടുമ്പോ അമ്മക്കില്ലേ ഇങ്ങനത്തെ വണ്ടി ഓട്ടുമ്പോ പ്രശ്നമാവും. അതിന് ഈ പറഞ്ഞത് നല്ലൊരു കാര്യമാണ് കേട്ടോ. ചെക്കന്മാരുടെ ചെക്കന്മാരെ നോക്കണ്ട്. ഇത് ബ്ലൂ എന്റെ ഓർക്കല്ലേ കോട്ടെ ചെക്കന്മാര് എടാ എന്തല്ലേ പോലീസ് പോലീസോ നമ്മള് തെറ്റില്ലേ? സ്റ്റേഷനാണ്. അല്ല ഇവന്റെ കാര്യം ആലോചിക്കാണ് ഞാൻ. ഒരു വിഷയല്ലല്ലോ. ഓണറാണ്. ചെക്കന്മാരാ ബാഗ് മുന്നിൽ പോണല്ലേ. അതിനെടുത്തോ? ഇതാക്കി എടുത്തൊന്നും വേണ്ട. ചേട്ടാ ഞാൻ ചെക്കന്മാരെ കാണിച്ചില്ലേ ആ ജംഗ്ഷനിൽ ഇങ്ങോട്ട് കേറുമ്പോ ആ ഓരോ കുട്ടിയാണോ വീഡിയോ? ഇല്ല ചെക്കന്മാരെല്ലാം കിട്ടീന്. ആ ചെക്കന്മാരെ നിലവിലും പകല് ഇതില് ജാടാണ് നീ രച്ചു. ആരില്ലടാ. ഇല്ല. ഇതെന്താ അതാ മുന്നില് സെക്കൻഡ് ഫസ്റ്റ് ഓല അങ്ങട്ട് ഓല ബാക്കിൽ തന്നെ പോവാനാണ് ഓല് പറയണത്. ഇൻഡിക്കേറ്റർ ഇടി ഫുള്ള് കപ്പല് തിരിക്കണായിട്ട് തിരിക്കന്നെ. താത്തനെ ഇടിക്കണ്ട. ഇല്ല ഒരു വിഷയമില്ല. നല്ല വണ്ടി സ്റ്റാർട്ടാക്കുക. വണ്ടി മെല്ലെ അതന്നെ പൂ പറിക്കണ ലാഘവത്തോടു കൂടി നമ്മൾ എടുക്കുക. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. എല്ലാരും നോക്കണത് നോക്കട്ടെ. എല്ലാരും നോക്കൂ. പറയണവര് പറയട്ടെ, നോക്കണവര് നോക്കട്ടെ. അമ്മക്കുണ്ടാ പേടി ഇല്ല. അപ്പൊ പിന്നെ നമ്മളെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാലേ ഉളുപ്പില്ല എന്നുള്ളതാണ്. ഉളുപ്പ് നമ്മള് വീട്ടിൽ വെച്ച് വരുന്ന ടീമാ. വീട്ടിൽ വെച്ച് വരും. അതാണ് ഇപ്പൊ കിട്ടിയ ഏറ്റവും വലിയൊരു. ആ ഓട്ടോറിക്ഷയുടെ കാക്കക്ക് ഇപ്പൊ നമ്മളെ വണ്ടി അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ നോട്ടപ്പൊ നോക്കീന്. അവന്റെ അധികം നോക്കാൻ പറയും. പക്ഷെ നമ്മക്ക് അതൊരു വിഷയമല്ല. കാരണം നാട്ടിന്നേ നമ്മക്ക് കൊറേ നോട്ടം കിട്ടിയതാ. നിനക്ക് കിട്ടില്ല മാത്രം നോട്ടം കിട്ടിട്ടോ. നിലവിലും മോനാപ്പിന്റെ കഥ അറിയാ എനിക്ക്. അങ്ങനെ വ്ളോഗ് പറയണ്ട. മോനാപ്പി തന്നിട്ടില്ലേ? അതിന്റെ നാട്ടെടുത്താണ്. വീഡിയോ ഓഫ് ആക്കിട്ട് പറയും. ചെക്കന്മാരെവിടെ നമ്മളെ ചായ അടിച്ചിട്ട്? ഇല്ല ചെക്കന്മാര് മുന്നിലുണ്ടാവുന്നുള്ള പ്രതീക്ഷയോടെ. പഠിച്ചോനെ അതെന്താ കൊണ്ടുപോണത്? കളിയാട്ടത്തിന്റെ എന്തോ ആചാരത്തിന്റെ കാര്യങ്ങളാണ്. പഠിച്ചോന് എന്ത് കാര്യമാണത് അത് നല്ല രീതിയിൽ നടത്തി കൊടുക്കണം. കളിയാട്ടത്തിന് നമ്മൾ പോണ്ടേ? എവിടെ ഉള്ളേ? എല്ലാം വ്ലോഗ് ഉണ്ടാവും കളിയാട്ടത്തിന്. ൊക്കെ കാളിലൊടിച്ച് ചാടി മറിഞ്ഞ് നിക്കണ വെറുതെ നമ്മള് എന്തിനാ നല്ല പിടിയില്ല. മഴ പൊടിയുള്ളൂ. വ്ലോഗാവും കളിയാട്ടത്തിന്. സീന് വ്ലോഗ് വരും. നിലവിലും നമുക്കുള്ള വഴി കാണിച്ചാണ്ട് ഒരു പോയോ? ചെക്കന്മാര് ഈ വ്ലോഗറായി ചെക്കന്മാര് പഠിച്ചോനെ ചെക്കന്മാരതാക്കാൻ അവിടെ കാത്തു നിക്കണ്ട്. ആ ബൈക്ക് നല്ല ആൾക്കാര് കാക്കപ്പ തന്നെ തീർത്തിരിപ്പ നമ്മളെ ഗൈസ്. എന്തുദ്ദേശം വെച്ചാണോ ഇടക്കിടക്ക് ഇങ്ങനെ പറയത്തില്ലേ? വണ്ടി ഇവിടെ നിർത്തിയാല് റോട്ടിൽ കൂടെ വേറെ ആർക്കും പോണ്ട. കേറ്റി ആക്സിലേറ്റർ കൊടുത്ത് കേറ്റി. ഇവിടെ നിർത്തിയതി മതി. ഏട്ടാ ഒരു 5 മിനിറ്റ്. ഒരു 5 മിനിറ്റ് ഏട്ടാ. വണ്ടി ഓട്ടം അറിയാത്തോണ്ടാ. മറ്റേ അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ വളയ്ക്കാൻ അറിയില്ല. ഇതേതും ഗോഡൗണാണ്. ഇപ്പൊ തന്നെ ഒരു ചായ. നല്ല കാക്ക. 2 മിനിറ്റ് 5 മിനിറ്റ് അവിടെ വെച്ചോ. ആരും കൊണ്ടുപോകുന്നില്ലല്ലോ. ഇതാ
എടാ നിങ്ങളെ പേര് എവിടെയാണ്? ഇവിടെ തന്നെ ഞാൻ കോമഡി റോട്ടുമലല്ലേ പേരുള്ളേ. ഇപ്പൊ കോമഡി അടിച്ചണ്ടാ. റോട്ടുമലല്ലേ പേരുള്ളേ. ഇത് പിടിച്ചോ. വാ വാ. ഇതാണ്ട് നമുക്ക് ചായ തരാറിന കാക്ക, നല്ലൊരു കാക്ക. പകലിലും നമ്മളെ പേടകതാ, നമ്മളെ പേടകം. അത് ഓടിക്കുന്ന താത്തേ കൊറേ എടാ കൊറേ കാലായടാ ഇങ്ങനത്തെ ഒക്കെ തിന്നിട്ട്. മാഷാ അല്ലാ. എന്താ പറയാനുള്ളേ? ഇരി അൻസബിനെ വിളി, ഗുരുവിനെ വിളി ആദ്യം. ഗുരു വണ്ടി പാർക്ക് ചെയ്യാൻ പോയതാ തോന്നുന്നുണ്ട്. ഏത് അൻസബ്? ആ അത് ഗുരു. നമ്മ വണ്ടി ഓട്ടാറില്ല. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് എന്റെ ആമാമന്റെ കൂടെയാണ്. നിങ്ങളെ വീഡിയോയിലൊന്നും വരാന്ന് കണ്ടട്ടാ. നമ്മള് അവസാനം നമ്മൾ ഇവിടെ എത്തി, ആമാമന്റെ കൂടെ എത്തി. കണ്ട ഇതാണ് എന്റെ ഉമ്മന്റെ അഞ്ചത്തിന്റെ മോനെ. എത്രയിലാ പഠിക്കണേ? ഓ നല്ലോണം വരയ്ക്കും. കാണിച്ചരാ. ഇതെന്റെ വല്യപ്പ വരച്ചതാണ്. അല്ല വല്യപ്പ വരച്ചതാണ്. വല്യപ്പ മരിച്ചപ്പോ വരച്ചതാണ്. പിന്നെ വല്യപ്പ മരിച്ചില്ല ഗൈസ്. വല്യപ്പ മരിച്ചില്ല. വല്യപ്പ മരിക്കാതെ വരച്ചതാണ്. അപ്പൊ ആരാ മരിച്ചാരാണ്? ആരും മരിച്ചില്ലല്ലേ? സോറിട്ടാ. അല്ലോ ഇത് വല്യപ്പ യൂട്യൂബില്ലല്ലോ. സീനില്ല ബ്രോ, സീനില്ല. പൊന്നു വേ മാറ്റിയേ. നമ്മ കാറതാ. കാറ് എടാ അതിന്റെ കാറാട്ടാ. സാധനം നോക്ക്. ചെങ്ങായിന്റെ കാറാ. ഞാൻ ഓട്ടി വന്നാണ്. അന്റെ പേരെന്താ? അത് വരുന്നത്. നിങ്ങൾ എത്രയിലാ പഠിക്കണേ? 9ലാ. ഇവിടെ വന്നാ. അങ്ങോട്ട് വാ. അങ്ങോട്ട് എടുത്തേക്കെന്നാ. മീശ ഉണ്ടാക്കട്ടെ. മീശ അല്ലേ? ഇജ്ജ് എത്രയിലാ അടിക്കണേ? അജ്ജി ഇവിടെ നിന്നാ. രണ്ടാളും ഇവിടെ നിന്നാ. അത് മാങ്ങോട്ടെ. മാങ്ങൊക്കെ പിന്നെ വീഡിയോ അടിച്ചാ. ഇങ്ങോട്ട് വാ. എന്റെ അഞ്ചന നിങ്ങൾക്ക് അറിയോ? എങ്ങനെ? സിനുനെ? ഓ നാഫി. ഇജ്ജ് 10ലാ. ആ മോതിരം എനിക്ക് തരുമോ? എന്താണ് ബ്രോ? മോതിരല്ലേ? ഇത് എത്ര? 20 ഉറുപ്പ്യ. നമുക്ക് മോതിരം തരാൻ കഴിയില്ല. നമുക്ക് മുഖമൊക്കെ മാറിയണോ എന്റെ. അടുത്താ മുഖം വിശ്വസാ. ഇപ്പം വ്ളോഗറാണാ? വീഡിയോ എടുക്കണോന്? അഞ്ചു കണ്ടു വാ. ഇതിന്റെ ഉമ്മന്റെ അഞ്ചത്തിന്റെ 3ാമത്തെ പ്രൊഡക്റ്റ്. ഭയങ്കര വാല്യുബിൾ ആയ പ്രൊഡക്റ്റ് ആണ്. ബർക്കത്താടാ കട്. അല്ല പൊന്നു മാറ്റി കഴിഞ്ഞാ? മാറ്റി പോവാൻ പോവാ. നേരില്ലേ പോവാൻ പോവാ. മാങ്ങൊക്കെ കഴിഞ്ഞ് മതി. ഊമ്പിയാങ്ങ അത് തരുമോ? ഊമ്പിയാങ്ങ തരുമോ? നിങ്ങളില്ല. അയ്യ നിങ്ങളങ്ങനെ പൂതിയൊക്കെ ഒന്നും വേണ്ട. അങ്ങനെ വൈറലാകണ്ട. ചെരുപ്പ് മുമ്പാൻ പറ്റൂല. ഷോ കുറച്ചേ പോത്തിട്ടുള്ളല്ലോ ഗൈസ്. എന്നാ ഊമ്പിയാങ്ങ തിന്നാ. ഓവർ ഊമ്പാൻ പറ്റൂലല്ലോ. അൻസവ അങ്ങ് ഊമ്പിക്കോ. എന്നാ കണ്ടിട്ട് വീഡിയോ പിടിച്ചാ.
അല്ല ചാർജ് ഉണ്ട് അറിയാനില്ലല്ലോ സെറ്റടാ മധുരം സെറ്റ് ഊമ്പ്യാങ് എങ്ങനെ ഊമ്പല് കണ്ടോളെ നമ്മളവിടെ ഊമ്പ്യാങ്ങില്ലല്ലോ ജിന്റെ പേരന്റെ മുമ്പുള്ള മാങ്ങ എന്തുണ്ടണ എല്ലാ വാടകളും കറക്റ്റ് ആയിട്ട് പോവല്ലേ വണ്ടി വട്ടം മൂടായിട്ട് ചെയ്യാം ചിലക്ക കൊണ്ടോട്ടി പോകാനുള്ള ഞാൻ ഇവിടെ അടുത്ത് എടുക്കണ്ടേ ഇവിടെ അടുത്ത് എടുക്കണ്ടേ വാ 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 ഇറങ്ങ് വീഡിയോ എടുത്തു വാ അങ്ങനെ അടുക്കളയ്ക്ക് കൊണ്ടോണ്ട ഓഫാക്കിയേ നമ്മളെന്നാ പോവാൻ പോവാണ് പോവാൻ പോവാ ആമ മാറി നോളിട്ടാ അടുത്ത സമ്മാനദാനാണ് ഇതൊക്കെ വേഗം കൊണ്ടേക്ക് ആസിയെ ആ ഞാൻ ഖദീജുവിന്റെ മോൻ വേവാ പായലടോ നിക്കടോ എടാ ന്യൂമാൻ ഷിപ്പിലി ന്യൂമാൻ ഷിപ്പിലി വേമ്പ ന്യൂമാൻ ഷിപ്പിലി വിടോ നീല നിലവേ നിലവിനയകെ താരമരികെ ഒന്ന് വേഗം തുടക്കടോ നേരല്ല ന്യൂമാൻ ഷിപ്പിലി എടാ ന്യൂമാൻ ഷിപ്പിലി എവിടെ നോക്കാൻ കഴിയില്ല വേണേ ന്യൂമാൻ ഷിപ്പിലി ഇവിടെ വാ ഇങ്ങോട്ട് വാ ചെങ്ങായി അന്നൊന്ന് വീഡിയോയിൽ ഇടട്ടെ ഇങ്ങോട്ട് വാ പൊന്നു ഇവിടെ വാ ഇരിക്കേ എന്താ പാടുന്നിട്ട് ഇവിടെ വാടാ ഇവിടെ ഇരിക്കേ എന്നാ പറയേ എന്താ പാട് എന്ത് സുഖം അങ്ങനെ ഇങ്ങനെ ആക്കണേ നല്ലപോലെ പറഞ്ഞു നോക്കിയാ സുഖം സുഖം എന്നറിയാതെ എന്നിട്ട് നാഫില്ലാതെ വെച്ചാൽ ആരോട് വർത്താനം അറിയില്ല ഓ ഞാൻ പിന്നെ ആരാണ് ഞാൻ ഉണ്ടാവുമ്പോ പിന്നെ എന്തിനാ നാഫില്ലാതെ വർത്താനം പറയാക്കണ് നാസിക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ട് പൊന്നൂന് നല്ല പഠിക്കാനുള്ള കഴിവുണ്ട് അനക്ക് എന്താ കഴിവുള്ളത് പറയും തിന്നാനോ തിന്നാനുള്ള കഴിവുണ്ടല്ലോ ഇപ്പൊ വരയ്ക്കലുണ്ടാ ചിത്രം വരയ്ക്കോ ഫുട്ബോൾ പ്ലെയറാ അങ്ങനത്തെ അല്ലടാ ഞാൻ നാട്ടില് ജേഴ്സി അടിച്ചു കൊടുത്തില്ലേ അനക്കൊന്ന് വേണേ പറഞ്ഞൂടേനാ അനക്ക് ഏതാ ജേഴ്സി ഏതാ വേണ്ടി ഏത് പ്ലെയറിന്റെ വേണ്ടി പറഞ്ഞോ നെയ്മറിന്റെ ജേഴ്സി കാണാ ജേഴ്സി ഇല്ല അനക്ക് ഓക്കെ നാഷിന്റെ ജേഴ്സി കാണാ ഇജ്ജ് നെയ്മറിന്റെ എന്താണ്ടാ ഫാൻ ആയത് കളി ഏത് കളി നെയ്മർ ഏത് ടീമിലാ ഇക്കറിയാ പോണേ അവിടുന്ന് അതിന്റെ മുമ്പേ അതിന്റെ മുമ്പ് അൽ ഹിലാൽ അതിന്റെ മുമ്പോ PSG അതിന്റെ മുമ്പോ ബാർസലോണ പിന്നെന്തല്ല എനിക്കറിയോ പിന്നെ പിന്നെ ഓൻ പറഞ്ഞു ഞാൻ നെയ്മർ ഫാനാടാ സമ്മാനം കൊടുക്കാനായാ സംഭവം സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വന്നതാണ് എന്നിട്ട് ഇപ്പൊ ആകെ ഇനിയിപ്പോ ഓളോട് നല്ല അഭിനയിക്കാൻ പറയട്ടാ പൊന്നു നല്ല എക്സ്പ്രഷൻ ഇടണം എന്നാലേ പിന്നെ അടുത്ത സമ്മാനം കിട്ടുള്ളൂ അല്ല എത്രേനി A+ എത്രേനി 8 A+ 2 A മെച്ചണ്ടേ ആസിഫിന് +2 എത്രേനി അല്ല എന്നാലും അത് ശരിയാ A+ കിട്ടുന്നവരൊക്കെ പൊട്ടന്മാരാണ് പിന്നെ പെണ്ണുങ്ങൾക്ക് ഓക്കെ ഓൾക്ക് പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ
നിങ്ങളൊക്കെ ഇജ്ജ് കഴിഞ്ഞ് വലുതായാലും കുറെ A+ ഒന്നും ആഡ് ചെയ്തിട്ടാ. A+ലൊന്നും ഒരു കാര്യമില്ല. നമ്മളായിട്ട് ജീവിക്കുക. ഇപ്പൊ ഞാനൊക്കെ നോക്കിയാ A+ ഉണ്ടായിട്ടാ എത്രണ്ണം? ഒന്നും ഇല്ലേനടാ. ഞാൻ പിന്നെ മറ്റേ പാസ്സായത് പാസ്സായിണ്. രണ്ടും പോയി കട്ടായി. എന്നിട്ടോ നാളെ തോന്നിയ പറയണേ ഹൃദയക്ക് പഠിക്കാൻ എട്ടനെ വിട്ട് തിരിച്ചു അവരെ തലവരെയാണ് അല്ലേ? അനക്ക് പ്രോഗ്രാം പോതിണ്ടാ? സംഭവം നല്ല പരിപാടി കേട്ടാ. ഞാനേ ആയിക്കോ കഴിഞ്ഞില്ലേ? ഇനി വാ, അമ്മ ഗിഫ്റ്റ് എടുക്കാൻ പോവാ. അങ്ങള് മാറി നോളിട്ടാ, വീഡിയോയിൽ കൊടുക്കണ്ട. ഇനി വീഡിയോയിൽ കുടുങ്ങിയിട്ട് അത് ഇത് ഭാവ ലേഖന ഇതും അങ്ങനെ എന്റെ ബൈക്കിൽ ഇതും കുറിച്ച് ഇങ്ങനെ ഇടക്ക് ഞാൻ ഇത് തുടങ്ങാൻ പോടാ സ്ട്രീം. ക്യാമറമാൻ അത്യാവശ്യം. എടാ മറ്റേ IR മോഡല് സാധനം വരും. എന്നിട്ട് എങ്ങനെയാ വെച്ചാൽ അമ്മങ്ങ നടക്കും. മുമ്പിൽ ആളിങ്ങനെ വരണം. മുമ്പിൽ ഫുള്ള് ആൾക്കാര് അമ്മങ്ങ നടക്കും. അതാ ഞാൻ വരാൻ പോണേ. ഐഷോ സ്പീഡിന്റെ അതേ മൈസാണ്. തൊപ്പി ഓക്കെ അനാശിന്ന് ഇട്ടാ മതി. എടോ ഇന്റെ ഇപ്പൊ ലൈവ് എത്ര ആൾ കാണാം? ഒരു 1K, ഒരു 1000 ആൾക്കാർ ഇങ്ങനെ ഐഷോ ഓക്കെ അനാശോ വേണേണ്ടാ. ഐഷോ സ്പീഡ് എപ്പോഴാ ലൈവ് ചെയ്യാ? അറിയില്ല. അപ്പൊ പോയിട്ട് ഇട്ടാ മതി. എവിടെ ഇജ്ജ് വരച്ച എന്താ കാണിച്ച? അന്റെ എവിടെ വരച്ചുണ്ടാ? വാ ഓണല്ലേ ഗൈസ്? ഹലോ ഗൈസ്, വാ 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 അങ്ങോട്ട് വാ. അങ്ങോട്ട് കൊടുക്കണ്ടാ. ഓ പൊന്നോ വേം വാ. ഇതൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാ എന്റെ പേര്. ഇതൊക്കെ പൈസ എടുത്ത് ഇറക്കിയതാ സാധനം കണ്ടാ. പൊന്നു വേം വാ. അപ്പം ഇത് എൻ്റെ കസിനാണ്. കസിൻ മത്ലബ് मेरा मम्मी का സിസ്റ്റർ കാ ബേട്ടി ഹേ യേ. ഹിന്ദിക്കാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാ. ഡൽഹിയിൽ ഹിന്ദിക്കാരൊക്കെ ഉണ്ട്. അപ്പം ഇവക്ക് +2 8A+, 10ല്ലേ 10ല് 8A+ഉം 2A കിട്ടിയാണ്. അപ്പം ഒരു വലിയ ഏട്ടൻ എന്ന നിലയ്ക്ക് എൻ്റെ വക എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് സമ്മാനം കൊടുക്കാൻ വന്നതാണ്. ഓക്കെ നിങ്ങൾ ഇതിലില്ല. നിങ്ങളെ വീഡിയോയിൽ കയറ്റിട്ട് വേണോ? ഞാൻ തുറക്കലാണ് അടുത്ത ചടങ്ങ്. തുറന്നോ ഒഴിച്ചൂടെ. ഇതിങ്ങനെ തരുമ്പോ അങ്ങനെ സർപ്രൈസിലൊക്കെ തുറക്കണം. ഹായ് അങ്ങനെയൊക്കെ തുറക്കണം. റിയാക്ഷൻ വാവ് അങ്ങനെയൊക്കെ പറയേ. ഏതാ ഇത്? ഓ ഇങ്ങനെ ആക്കിയോ? ഒരുത്തി പള്ളിക്കാട്ടില് മുള്ളു പോലെ നീ ഒരുത്തി. ഇതെനിക്ക് വേണ? ഇത് എടുത്തേക്കണ? ഓക്കെ അനാശ് തന്ന സമ്മാനം എന്ന കാരണം അവിടെ എടുത്തച്ച്. അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്കൊന്നും വില ഇല്ലടാ. ബാക്കിയുള്ളവർക്കൊക്കെ നല്ല വില. പള്ളിക്കാട്ടില് മുള്ളു പോലെ നീ ഒരുത്തി. മസില് പുല്ലട്ട എനിക്ക് മസിലില്ല. എന്താ വാവ് അത് തോളിലിട്ടാ സൈഡിലിട്ടാ. വാവ് ഹലോ ബിയർ. അപ്പം സമ്മാനം കൊടുത്തു കഴിഞ്ഞ് നമ്മ പോവല്ലേ? ഇങ്ങോട്ട് വാ. ഇവനെ വൈറലാക്കണല്ലോ. ഇങ്ങോട്ട് വാണി. ഇങ്ങോട്ട് ഇവൻക്ക് വൈറലാ നല്ല പൂതി ഉണ്ട്. ഇതാ വൈറലാവും. നാഫിയെ അങ്ങോട്ട് അയച്ചാ മതി. നിനക്ക് അത് വർത്താനം കഴിഞ്ഞോളൂ. അത് ഇപ്പോഴൊന്നും കഴിയൂല. നമ്മ ശരി നമ്മ വാ